കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. എന്റെ ദിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഒരു കുടയൊരു തള്ളിക്കളഞ്ഞ് കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ നിന്നെ ആരാധിക്കും ഞാൻ. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ നിന്നെ ആരാധിക്കും ഞാൻ. ഹല്ലേലൂയ 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഡിൻസി എന്നും പറഞ്ഞ് ജിനോയാണ് സാക്ഷ്യം. ജിനോയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇരിങ്ങാലക്കുട രൂപത എന്ന് അവരുടെ ആ സ്ഥലത്ത് അവരുടെ പ്ലേസ് അതാണ്. അപ്പോൾ അവിടുന്ന് ജിനോ ഭർത്താവാണ് ഉടമ്പടി എടുത്തത്, പക്ഷേ ഭാര്യയാണ് സാക്ഷ്യം. ജിനോ ഇത് ജോലിക്ക് പോയെന്ന് തോന്നണം. അപ്പോൾ അവർ അവശേഷിക്കുന്ന ആൾ വൈഫാണ്. പക്ഷേ വൈഫും ഉടമ്പടിയോട് മാനസികമായിട്ട് ഒത്തിരിയേറെ അടുപ്പമുള്ള ആളാണ്. ഭയങ്കര അതാ സാക്ഷ്യം കേൾക്കുമ്പോൾ പറയാൻ വരും. അപ്പോൾ ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തെങ്കിലും ഈ സാക്ഷ്യപ്പെടുത്തുന്നത് ഭാര്യയാണ്. അത് ഒരു ഒന്നൊന്നര സാക്ഷ്യമാണ്. അത് ഇവർ ഉടമ്പടി എടുത്ത പോലെയുള്ള ആത്മബന്ധത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോൾ തന്നെ ഒക്കെ അഭിഷേകം തോന്നുന്നതിൻ്റെ അത്. അവരുടെ വിഷയം എന്ന് പറയണത് അവർ കുറച്ച് കാര്യങ്ങൾ ജിനോ ഉടമ്പടി വെച്ചു. പക്ഷെ ഉടമ്പടി വെച്ച് കഴിഞ്ഞിട്ട് ഇവർ പറയണത് ഇവിടുന്ന് പോകുമ്പോൾ അവർ വല്ലാത്തൊരു തണുപ്പ് അവർ നന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അത് എങ്ങനെയുള്ള തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാട്ടുപ്രദേശത്ത് പോയി നിൽക്കുമ്പോഴേ, അത് ഞാനും കുറേ കാട്ടി പോയിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാമോ, നിങ്ങളും പോയി കാണാം. അപ്പോൾ നമുക്ക് അറിയാൻ ഒരു പ്രകൃതിയുടെ ഒരു സ്വതസിദ്ധമായ നൈസർഗികമായ ഒരു സാന്ത്വനത്തിൻ്റെ ഒരു തണുപ്പുണ്ട്. ഇതിങ്ങനെ ഫീൽ ചെയ്യും ഇവർക്ക്. അത് മാതാവിൻ്റെ ഫീലിങ് ബൈ പേഴ്സൺ പ്രസൻസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ജാസ്മിൻ സ്മെല്ല് പോലുള്ള സ്മെല്ല് മാത്രമല്ല, കുറേ അധികം അത് പ്രസൻസ് വന്നാൽ അത് നമുക്കത് ഫീൽ ചെയ്യും. അമ്മ ഉണ്ട്, അമ്മ ലൈനിലുണ്ട്, അമ്മ കൂടെ ഉണ്ടെന്ന് തോന്നുന്ന രീതിയിൽ ഇവർക്കൊരു തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. ഇവർ വീട്ടിൽ ചെല്ലുമ്പോഴുണ്ട് ഇവർ ഉടമ്പടി വെക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇവർ വല്ലാതെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും. ഉടമ്പടി വെച്ചിട്ടില്ല ആ വിഷയം, പക്ഷെ അത് ചെയ്യൂ എന്നും പറയും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ 100 കൊല്ലമായി ഇവരുടെ ആ പ്രദേശത്ത് വെള്ളമില്ല. കാര്യം അപ്പനപ്പന്മാരുടെ കാലം മുതൽ തന്നെ വെള്ളം പാറക്കെട്ടാണ്. മലമുകളിൽ താമസിക്കുന്ന ആൾക്കാരാണ്, പാറക്കെട്ടാണ്. പക്ഷെ ആ പ്രദേശം ചുരുങ്ങാലിക്കൂടെ വലിയ മലയൊന്നും ഇല്ലെന്നറിയാം, എന്നാലും ആ പ്ലേസ് മുഴുവനും ഇങ്ങനെ പാറക്കുന്നുകളുടെ ഇടക്കാണ് ഇവർ താമസിക്കുന്നത്. കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെ വെള്ളമില്ല. ഇവർ വന്ന് വിലക്ക് മേടിക്കുകയോ അവർ സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, ദിവസങ്ങളോളം വെള്ളമില്ലാതെ വിഷമിച്ചിട്ടുണ്ടെന്ന്. നമുക്കറിയാം ഈ കാലത്ത് ഈ കേരളത്തിൽ ദിവസങ്ങളോളം വെള്ളമില്ലാതെ വിഷമിക്കുന്നത് വിഷമം തന്നെയാണത്. പക്ഷേ ഇതാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം. ഇവർ ജോലിയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇവർ ശാശ്വതമായി അവർക്ക് പരിഹരിക്കേണ്ട ഒരു വിഷയം വെള്ളമാണെന്നുള്ളത്. പക്ഷെ അവരിനി നടന്നിട്ട് അത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാര്യം ഈ വരണ്ട കരിമ്പാറയുടെ അകത്ത് ആണ് താമസിക്കുന്നത്. അവിടെ നിന്ന് വെള്ളം ഇവിടുന്ന് കിട്ടാനാണ്. അവർ പണ്ടൊക്കെ ട്രൈ ചെയ്തതാണ്. എല്ലാവരും ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ആ ദേശത്തുള്ള ആൾക്കാർ തന്നെ ട്രൈ ചെയ്തതാണ്. ഇപ്പം നാട്ടിൽപ്പുറത്ത് താമസിക്കുന്നൊരു ഈ വീട്ടിൽ വെള്ളമില്ലെങ്കിൽ അടുത്ത വീട്ടിൽ കുഴൽക്കിണർ കുളിക്കുമ്പോൾ വെള്ളം കിട്ടണം കാണാം. പക്ഷെ ഇതങ്ങനെയല്ല, ആ ലൊക്കാലിറ്റി മൊത്തം വെള്ളമില്ല. അപ്പം പക്ഷെ മാതാ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളെ കുഴൽക്കിണർ കുഴിക്കാൻ പറയുന്നുണ്ട്. പഴയത് കുഴിച്ചൊക്കെ അവിടെ കിടപ്പുണ്ട്.
100-500 അടി ഒക്കെ ഉള്ളതും ഒക്കെ കിടപ്പുണ്ട്, കാര്യമില്ല, വെള്ളമില്ല ഇവിടെ. പക്ഷേ ഇവർക്ക് ഇത് രണ്ടാമത് ഇങ്ങനെ കുഴിക്കാൻ പറയും. അങ്ങനെ ഇവർ നല്ല ആന്തരിക ബോധ്യം കിട്ടും ഈ വിഷയങ്ങൾ. എല്ലാത്തിനും ആന്തരിക ബോധ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതിലൊരു വിഷയം എന്ന് വെച്ചാൽ, ഇന്നത് ചെയ്യൂ, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി ഉപദേശിക്കുമെന്ന് അല്ലേ, ഞാൻ നിൻ്റെ ഇതിന് ആന്തരിക ബോധ്യം എന്ന് പറയും. ഇപ്പം നീ എന്തിനു പഠിക്കണമെന്ന് നിനക്കറിയാൻ പാടില്ലെന്ന് വിചാരിച്ചു. പഠിക്കണം, എന്തിനു പഠിക്കണമെന്ന് അറിയത്തില്ല. ഇനി എന്താ പഠിക്കേണ്ടത്, എന്താ എൻ്റെ കരിയർ എന്നറിയത്തില്ല. ഞാൻ എന്താണ് ഇനി എവിടെയാണെന്ന്, ഇവിടെ നാട്ടിൽ പഠിക്കണോ, PSC എഴുതണോ, അത് രാജ്യം വിട്ട് പോകണോ, നമുക്കൊരു ഐഡിയയുമില്ല. ഈ ഒരു ഐഡിയയും ഇല്ലാത്ത ടാബുല റാസ എന്ന് പറയുന്ന ഈ സിറ്റുവേഷൻസിലെ അതാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കുക. നിനക്ക് ഐഡിയ ഉണ്ടാകുന്നതിനേക്കാൾ മെച്ചം, നിനക്ക് ജീവിതത്തെക്കുറിച്ച് ഐഡിയ ഉണ്ടാകുന്നത്, ഇന്നത് പഠിക്കണം, ഇന്നത് ചെയ്യണം, ഇന്ന സ്ഥലത്ത് താമസിക്കണം, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ നിനക്കൊരു ഐഡിയ ഉണ്ടാകുന്നത് സിൽവർ ആണെങ്കിൽ, നിനക്കൊരു ഐഡിയ ഉണ്ടാകാതിരിക്കുന്നത് ഗോൾഡാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നിനക്കൊരു ഐഡിയ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉള്ളത് സിൽവർ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിനക്കൊരു ഐഡിയയും ഇല്ല നിൻ്റെ ജീവിതത്തെക്കുറിച്ച്. ഇപ്പോൾ 11 പ്രാവശ്യം IELTS എഴുതി, അതുകൊണ്ട് മറ്റു പരീക്ഷകളൊന്നും എഴുതാനും ഒത്തില്ല. നമ്മൾ ഈ വാഴ പോത്ത് കുലച്ച പോലെ കുലയ്ക്കുക. ആലപ്പുഴ പാർട്ടിയുടെ വർത്തമാനമാണിത്. വാഴ ഒന്നുമില്ലാതെ കുലക്കത്തില്ലേ, അതിനിവിടെ പോത്ത് കുലകളെന്നാണ് പറയണത്. അപ്പോൾ അതുപോലെ ഈ സംഭവം ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയയും ഇല്ലെങ്കിൽ നിങ്ങൾ ആ ബ്ലാങ്ക് കോളം മുഴുവനും ഉടമ്പടിയിൽ അമ്മേ ജീവിതത്തിന് ഐഡിയ ഇല്ല, ഉടമ്പടി ചെയ്തു പോയ ആളാന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾ വിചാരിക്കുക, അയ്യോ 6 ഞാനത് വെച്ചില്ലല്ല എന്ന് നിങ്ങൾ പറയരുതേ. കാര്യം ഉടമ്പടി ഒരു രീതി എന്ന് പറയുന്നത്, ഉടമ്പടി ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അതിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എപ്പോഴും വെക്കാം. മനസ്സിലായില്ലേ? ഉടമ്പടിയാണല്ലോ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ദൈവവുമായിട്ട് ഒരു റിലേഷനാണ്. ഇപ്പം നമ്മളൊരു വണ്ടിയെ കയറി, വണ്ടിയിൽ 6 സീറ്റല്ലല്ലേ, എത്രയോ സീറ്റ് കാണും ഇല്ലേ? വണ്ടിയെ കയറുന്നതാണ് പ്രശ്നം. വണ്ടിയെ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാക്സിമം നിനക്ക് ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റും. ആ ഉടമ്പടിയുടെ ഒരു പ്രത്യേക സാധ്യതയാണത്, നല്ല വലിയ സാധ്യതയുള്ളതാണ്. അതായത് നമ്മൾ പറയാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കാൾ നേരത്തെ സംഭവിക്കും. കാര്യം വെച്ചാൽ ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ വാക്ക് തന്നെ, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അത് കവനൻ്റ് എന്ന് പറയും. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ കവനൻ്റ് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഭാഷ ഉണ്ടല്ലോ, ബൈബിളിലെ ഭാഷ, ഹെബ്രായ ഭാഷ അല്ലെങ്കിൽ ഹീബ്രു, അതിനെ ബെർത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ റിലേഷൻ എന്ന അർത്ഥം, റിലേഷനാണ്. നീ ഉടമ്പടി ചെയ്യുമ്പോൾ ആരെ കാര്യം വെച്ചിട്ട് അഫ്സൽ പുരാണിൻ്റെ അല്ലെങ്കിൽ യുദാസ് പുരാണിൻ്റെ പെട്ടി കൊണ്ടുവന്നിട്ട് കാര്യം എഴുതിയിടുന്ന പോലെ അല്ല, അതല്ല വിഷയം. അതുപോലെ ചില വലിയമ്മമാർ ഇതൊക്കെ ചെയ്യണത്, അതാണ് പണി മേടിക്കുന്നത്. അതല്ല, ഉടമ്പടിയോട് കൂടി ഒരു ബെറീത്ത് ഉണ്ടാകുന്നു നിങ്ങളുമായിട്ട്. ഒരു റിലേഷൻ, അതാണ് സംഭവം. കവനൻ്റ് എന്ന് പറഞ്ഞാൽ പോലും ഒക്കത്തില്ല, അത് ഇംഗ്ലീഷുകാരൻ്റെ വാക്കാണ്. ഇതൊരു ബെറീത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷനാണ് ഉണ്ടാകുന്നത്. ആരുമായിട്ട്? നീയും നിൻ്റെ ദൈവവുമായിട്ട്. ആ റിലേഷനിൽ നമുക്ക് എന്തും ചെയ്യാം. റിലേഷനാണ് നിങ്ങൾ എപ്പോഴും ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്താണ്? റിലേഷൻ. അതാണ് അച്ഛൻ എപ്പോഴും സീരിയസ് ആയിട്ട്, ഞാൻ അങ്ങനെ ജോലി അങ്ങനെ പറയാറില്ലല്ലോ, സീരിയസ് ആയിട്ടല്ലേ സംസാരിക്കത്തുള്ളൂ. എല്ലാ കാര്യവും കഥ പോലും പറയത്തില്ല, സുഖിപ്പിക്കത്തില്ല, സന്തോഷിപ്പിക്കത്തില്ല, വളരെ അറഗൻ്റായിട്ടാണ് പോണത്. കാര്യം റിലേഷൻ ബേസ്ഡ് പ്രെയറാണിത്. ഇത് നമ്മൾ ഇപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ പോലും നമ്മൾ സൂക്ഷ്മതയോടെ, ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ എന്താ പറയേണ്ടതെന്ന് ഞാൻ ഇന്ന് രാത്രി മുതൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. അടുത്ത ആഴ്ചയിൽ എന്താണ് ഈശോ പറയാൻ പോണത്. അപ്പോൾ അത് നമുക്ക് എപ്പോഴായാലും വെളുപ്പിന് ചിലപ്പോൾ 3 മണിക്കായിരിക്കും മെസ്സേജ് വരേണ്ടത്. അപ്പോൾ 3 മണിക്ക് എഴുന്നേക്കും. അപ്പോൾ നേരത്തെ കിടക്കണ കാരണം എനിക്ക് 3 മണിക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറേ നേരം ഈ അച്ഛന്മാരുടെ പുസ്തകം ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് പഠിക്കേണ്ട കാരണ നമസ്കാരമുണ്ട്, അതിരുന്ന് പ്രാർത്ഥിക്കും. അത് കഴിയുമ്പോൾ ബൈബിൾ വായിക്കും. അപ്പോൾ ഇതൊക്കെ ഈ സമയത്തെല്ലാം നിശബ്ദ സമയമാണ്. എന്താ കാര്യം? നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം കർത്താവിൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് ആൻസറുണ്ട്. അത് നമ്മൾക്കൊന്ന് കിട്ടണം, വചനത്തിലായാലും നമുക്കൊന്ന് കിട്ടണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നതോടുകൂടി ദൈവമായിട്ടൊരു ബെറീത്തിൽ വരികയാണ്. എന്ന് വെച്ചാൽ റിലേഷനിൽ വരികയാണ് അല്ലേ? ഇപ്പോൾ റോഡ് പണിത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോറിക്ഷയും ഓടിക്കാം, ലോറിയും ഓടിക്കാം, എന്ത് വേണം ചെയ്യാം. റോഡാണ് പ്രശ്നം. എത്ര വണ്ടി വാങ്ങിച്ചാലും റോഡില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുക. റോഡാണ് പ്രോബ്ലം. ഈ കവനൻ്റെ വർക്ക് ചെയ്യണത് ഒരു റോഡായിട്ടാണ്.
എന്നുവെച്ചാൽ ഒരു സ്ഥലത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് റോഡ്. അതാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യം നമ്മൾ വെച്ചില്ല എന്ന് വിചാരിച്ചു, അയ്യോ വീട്ടിൽ ചെല്ലുമ്പോൾ അയ്യോ അതുകൂടി വെക്കേണ്ടതായിരുന്നു. വേണ്ട, നിങ്ങൾ ഓർത്താൽ മതി, അമ്മ ഇങ്ങനെ കൂടി ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് വിഷയം. ഞങ്ങൾ എപ്പോഴും സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. എന്നുവെച്ചാൽ ഉടമ്പടി, ഇപ്പം തന്നെ ഉടമ്പടിയിൽ ഉപ്പില്ലേ, അപ്പോൾ ഉപ്പ് അമ്മ എഴുതാൻ പറഞ്ഞ സമയത്ത് എനിക്ക് ഉപ്പിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. കർത്താവ് പറഞ്ഞ കാര്യം മാത്രം അറിയാം, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണെന്ന്, പിന്നെ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഉടമ്പടിയുടെ ബൈബിൾ പറയണത് ഉടമ്പടിയുടെ ഉപ്പെന്നാണ് പറയണത്. ബൈബിളിൽ അങ്ങനൊരു വാക്കുണ്ട്, ഉടമ്പടിയുടെ ഉപ്പ്, ഉടമ്പടിയുടെ കൂടെ ഉള്ളതാണ് ഉപ്പ്. അപ്പം പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ 2:13, ലേവ്യ 2:13, ഉടമ്പടിയുടെ ഉപ്പ് നീ കളയരുത്. ഉപ്പ് കളയാൻ സാധ്യതയുണ്ട്. അതാണ് വാക്ക്, ഉടമ്പടിയുടെ ഉപ്പ് നീ കളയരുത്. ഇപ്പോൾ ഈശോ തന്നെയാണെങ്കിലും പറഞ്ഞത് എന്താണ് ഉപ്പെന്ന് പറയുമ്പോൾ ഇതൊരു ബേസിക്കായിട്ട് ഉപ്പ് എന്താ? പ്രിസർവേറ്റീവാണ് അല്ലേ? ബേസിക്കായിട്ട് ഉപ്പ് എന്താ? പ്രിസർവേറ്റീവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് നമുക്ക് വെക്കത്തില്ലേ, എന്തൊക്കെ നാരങ്ങ വെക്കും അല്ലേ, അതുപോലെ തന്നെ മാങ്ങ ഉപ്പിട്ട് വെക്കും, മത്സ്യം ഉപ്പിട്ട് വെക്കും. പണ്ടൊക്കെ ഇറച്ചി ഉപ്പിട്ട് വെക്കുമായിരുന്നു. ഉണക്ക ഇറച്ചിയൊക്കെ ആൾക്കാർ ഉപയോഗിക്കും, ഇപ്പോൾ ഉപയോഗിക്കണില്ലെന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ പ്രിസർവേറ്റീവാണ് ഉപ്പ്. ഉപ്പ് പ്രിസർവേറ്റീവ് സംരക്ഷിക്കുന്നതാണ്. ഉടമ്പടിയുടെ ഉപ്പെന്ന് പറയുമ്പോൾ ഉടമ്പടിയെ സംരക്ഷിക്കുന്ന ഘടകമാണ്. അതാണ് വിഷയം. ഉടമ്പടിയുടെ ഉപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ലേവ്യ 2:13, ഉടമ്പടിയുടെ ഉപ്പ് നീ കളയരുത് എന്ന വചനം. ഉടമ്പടിയുടെ ഉപ്പെന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടിയെ സംരക്ഷിക്കുന്ന ഘടകമാണ്. അതാണ് പ്രശ്നം. ഉടമ്പടിയെ സംരക്ഷിക്കുന്ന ഘടകം എന്താ? വിശ്വസ്തതയാണ്, വിശ്വാസമല്ല. ഈ വിശ്വസ്തതയാണ്. നിങ്ങൾക്ക് ഉപ്പ് തരികയില്ലേ ഇവിടുന്ന്? ഉപ്പ് തരുന്നതിൻ്റെ കാരണം നിങ്ങളെ ഉപ്പിനെക്കുറിച്ച് ദൈവവുമായിട്ട് നിങ്ങളെടുത്ത ബെറീത്ത് റിലേഷൻ, ഉടമ്പടി, അതിൻ്റെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപ്പ് നിങ്ങൾക്ക് തരണത്. എന്തിനാണ് ഉപ്പ് തന്നിരിക്കുന്നത്? അല്പം തരത്തുള്ളൂ, ഒരു ഡെപ്പിലാക്കി തരത്തില്ലേ. അപ്പം അത് ഉപയോഗിക്കുമ്പോൾ നീ ആത്മശോധന ചെയ്യണം. ഞാനിപ്പോഴും റിലേഷനിലാണോ എന്ന് ചിന്തിക്കണം. മനസ്സിലായില്ലേ? ഞാനിപ്പോഴും ദൈവത്തോടെ റിലേഷനിലാണോ, അത് എന്താ വെച്ചാൽ വിശ്വസ്തതയിലാണോ? ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, ഉടമ്പടിയുടെ ഉപ്പായ ഉടമ്പടിയെ സംരക്ഷിക്കുന്ന ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ നിലനിർത്തുന്ന വിശ്വസ്തത എന്ന ഗുണത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വസ്തത എന്ന ഗുണത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്വയം പറയാം. അതായത് വിശ്വസ്തത, അതായത് ഇത് കളയരുതെന്ന് പറയുക. എന്താ കാര്യം? നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വസ്തത, ദൈവത്തോടുള്ള റിലേഷൻ, സ്നേഹമെന്ന് നമുക്ക് അർത്ഥമുണ്ട് അതിന്. അത് നിലനിൽക്കട്ടെ. 9:49 മർക്കോസിൻ്റെ സുവിശേഷം 9:49, 50 വചനങ്ങളിലെ നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ. എന്നുവെച്ചാൽ നിങ്ങളെ വിശ്വസ്തത ഉണ്ടായിരിക്കട്ടെ, നിങ്ങളിൽ ദൈവസ്നേഹത്തിൽ പച്ചകടാതെ നിൽക്കട്ടെ. ദൈവസ്നേഹം ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവ് ദൈവമേ, ഞങ്ങളിൽ ദൈവസ്നേഹം, ദൈവത്തോടുള്ള വിശ്വസ്തത പച്ചക്കെടാതെ നിലനിൽക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ശ്രുതികടെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ അങ്ങയോടുള്ള വിശ്വാസവും സ്നേഹവും വിശ്വസ്തതയും എന്നെ വർദ്ധിപ്പിക്കണമേ. പ്രിയമുള്ളവരെ, അച്ഛനിങ്ങനെ ഇടയ്ക്ക് നിങ്ങളോട് പാടിക്കും, നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യും. അതിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ പ്രശ്നം? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ വർദ്ധിപ്പിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവമായിട്ടുള്ള പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തോടുള്ള സ്നേഹവും വർദ്ധിക്കും.
ഞാൻ എന്തിനാണ് അങ്ങനെ നിങ്ങളുടെ ആ ലെവൽ വർദ്ധിപ്പിക്കുന്നത്? ആ ലെവലിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ രോഗസൗഖ്യങ്ങൾ നടക്കും. അതാണ് വിഷയം. അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ രോഗസൗഖ്യത്തിലേക്ക്, പക്ഷെ നിങ്ങൾക്കത് അറിയണം. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഈ ഓരോ പാട്ടും പാടുമ്പോൾ അത് പാടിക്കൊണ്ടിരിക്കും. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്നറിയണം. അതിപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ കൂടുന്നവരായാലും ആ ധ്യാനത്തിൻ്റെ രീതികൾ അറിയണം. അതായത് ഓരോ പാട്ട് പാടുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഉള്ളുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ഹൃദയത്തെ സ്നേഹത്താൽ നിറക്കണമേ, എൻ്റെ ഹൃദയത്തെ വിശ്വാസത നിറക്കണമേ. പിന്നെ പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ കൂടെ എൻ്റെ വരത്തും ഇടത്തുമൊക്കെ ഇരിക്കുന്നവരെ അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എൻ്റെ വിശ്വാസത്തെയും ദൈവസ്നേഹത്തെയും വർദ്ധിപ്പിക്കണമേ. എൻ്റെ കൂടെ വലത്തും ഇടത്തുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ വിശ്വാസ നിലവാരത്തെ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളെ ഒരുമിച്ച് ദൈവസ്നേഹത്തിലെ ദൈവസാന്നിധ്യത്തിലെ സൗഖ്യം അനുഭവിക്കുവാൻ സാധിക്കണമേ. രോഗികളെ ഇപ്പോഴും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. എന്ത് രോഗമായാലും. ഇപ്പം അച്ഛൻ ഈശോ കാണിച്ചു തരുന്നതെല്ലാം വിസർപ്പ രോഗങ്ങളാണ്, സോറിയാസിസ് രോഗങ്ങളാണ്. പിന്നെ നെഞ്ചിലൊക്കെ ഇങ്ങനെ കൂമ്പി മുതുകിലൊക്കെ ഇങ്ങനെ പരുപരുത്തൊക്കെ വരുന്ന രോഗങ്ങളില്ല, ത്വക്ക് രോഗങ്ങളൊക്കെ കാണും. പക്ഷേ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഈശോ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരു രോഗം തന്നെ ആയിരിക്കത്തില്ല സൗഖ്യപ്പെടുന്നത്. അതുകൊണ്ട് ഉദരരോഗികൾ ഉദരത്തിലും, നെഞ്ചിലെ ശ്വാസകോശ രോഗിയുടെ ശ്വാസകോശത്തിലും, വാതരോഗികളാണെങ്കിൽ മുഴുവനും പൊതിഞ്ഞ് ശരീരം പൊതിഞ്ഞും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് 10,000 സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ അൾത്താരയിൽ നടക്കുന്ന ആരാധനയുടെ ദൈവിക നിമിഷങ്ങളിലേക്കാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഞാനിപ്പോൾ ഒരു കുടുംബത്തെ എൻ്റെ മനസ്സിൽ കണ്ടത്. ഈ കുടുംബത്തിന് എന്താ സംഭവിച്ചത്? ഭാര്യയും ഭർത്താവും തമ്മിൽ കുറേ നാൾ ജീവിച്ചതാണ് കേട്ടോ. 2 മക്കളൊക്കെ ഉള്ളതാണ്, വലിയ മക്കളൊക്കെ ഉള്ളത്, ഒരുവിധം കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളുള്ളതാണ്, പ്രായമായ മക്കളൊക്കെ ഉള്ളത്. പക്ഷെ ഇവർ തമ്മിൽ പിരിഞ്ഞ്, എന്നിട്ട് ഇവരുടെ മക്കളൊക്കെ ഇപ്പോഴും വേറെ രീതി വഴിയാധാരമായി ഓരോരോ തോന്നിയവാസന റിലേഷനിലൊക്കെ ചെന്ന് അകപ്പെട്ടിട്ട് ആർക്കും ആകെയും രക്ഷപ്പെടുത്താതെ ഇരുട്ട് പിടിച്ച കുടുംബം. പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്ത, വിശ്വാസം കുറഞ്ഞിട്ടുള്ള ഒരവസ്ഥ. ഇതിങ്ങനെ വന്നിട്ടുള്ള കുടുംബങ്ങളുണ്ട് ഒത്തിരി. അതാണ് ഇപ്പോൾ ഈശോ കാണിക്കുന്നത്. അച്ഛനോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അത്ര സങ്കടമുണ്ടെങ്കിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ എവിടെയായാലും ഓൺലൈനായാലും പരിശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഇതുപോലെ തകർന്ന കുടുംബങ്ങള്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങള്, ഒരുമിച്ച് താമസിച്ചിട്ടും അതിന്റെ സന്തോഷവും മാനസിക പൊരുത്തവും അനുഭവിക്കാത്ത കുടുംബങ്ങള്, കുഞ്ഞുങ്ങൾ തന്നെ മാതാപിതാക്കന്മാരുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയവരെ, അവരുടെ വഴികളിലെ വഴിപിഴച്ചു പോയ അവസ്ഥകളിലെ അകപ്പെട്ടു പോയവരെ, അമ്മേ പരിശുദ്ധ അമ്മേ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും നൽകിക്കൊണ്ട് രോഗത്തിന്റെ എല്ലാ അവസ്ഥകളെയും മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ഉള്ള തീരുമാനത്തെ തിരിച്ചറിയിച്ചുകൊണ്ട് അനേക ആയിരങ്ങളെ പ്രാർത്ഥനയിലൂടെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കും. ദൈവമേ, എല്ലാ മക്കളും ഇതുപോലെ വേദനയിലെ വേദനകളിലെ മ്ലാനതകളിലെ എല്ലാ തരത്തിലുള്ള ക്ഷമതകളിലെ അകപ്പെട്ട മക്കളെ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. വിടുതൽ പ്രാപിക്കട്ടെ. അതായത് ഇപ്പം അരികിൽ വരണമേ എന്ന് നമ്മൾ ദൈവത്തോട് പാടുകയാണ്. ഇവിടെ ഉടമ്പടിയുടെയൊക്കെ ഒരു രീതി, ഉടമ്പടിയുടെ ഒരു പാക്കേജിലുള്ളതാണ് ഈ അരികിൽ വരവെന്ന് പറയുന്നത്. അൾത്താരയിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിലേ അതിന് കൃത്യമായിട്ടുള്ള തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, അതിൻ്റെ മരിയൻ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, കവനൻ്റെ തിയോളജി ഉണ്ടാവും.
എല്ലാം കറക്റ്റായിട്ടുള്ള സംഭവം, അല്ലാതെ നിങ്ങൾക്കൊരു തെറ്റ് പറ്റുകയോ വിശ്വാസത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകുകയോ ഒന്നും ചെയ്യത്തില്ല. ആരെങ്കിലും വരണമേ എന്ന് വെച്ചാൽ ബൈ പ്രസൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന്. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോഴും പാടുമ്പോഴും ഈശോ ചോദിക്കും, ഡു യു മീൻ ഇറ്റ്? ഇവിടെ വെച്ചാണ് അനുഭവം. എന്തുകൊണ്ട് അനുഭവം ഇല്ലാത്തതെന്ന് അറിയാം. ചിലർക്കെങ്കിലും അനുഭവം ഇല്ലാത്ത എന്താ അറിയാമോ? ദേ ആർ നോട്ട് മീനിങ് ഇറ്റ്. പലർക്കും ദൈവാനുഭവം ഇല്ലാത്തതിന് അല്ലതോ ദൈവാനുഭവം ഉണ്ടാകുന്നതിനുള്ളൊരു കുറുക്ക് വഴി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈശോ എന്നാ ചോദിച്ചത് 10:25 ലൂക്കാൻ്റെ സുവിശേഷം എന്നാ പറയണത്? അതായത് നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യനാണ് വിഷയം. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് വെച്ചാൽ, നിയമം എന്ന് വെച്ചാൽ വചനം അല്ലേ? വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു? അതാ പ്രശ്നം. അതാ രണ്ടാമത്തെ ഫസ്റ്റ് പാർട്ട് കുഴപ്പമില്ല, അത് കർത്താവിൻ്റെ സ്ഥലത്താണ്. സെക്കൻഡ് പാർട്ട് നമ്മുടെ കയ്യിലായിരിക്കണത്. നിയമത്തിൽ എഴുതിയിരിക്കണ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കണ കാര്യമല്ലേ? കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കണത് നമ്മളത് എങ്ങനെ റിസീവ് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മളത് റിസീവ് ചെയ്യാനുള്ള നമ്മുടെ പ്രൊപ്പോർഷൻ എന്താണ്? ഇവിടെയാണ് നമ്മുടെ കപ്പാസിറ്റി വരുന്നത്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം കപ്പാസിറ്റി. കാര്യം എപ്പോഴും നിങ്ങൾ ഓരോ ദിവസത്തെ കവനൻ്റ് കഴിയുമ്പോഴും പ്രെയർ കഴിയുമ്പോഴും നിങ്ങൾ നിലവാരത്തെക്കുറിച്ചൊരു ഇൻട്രോസ്പെക്ഷൻ, ഒരു എന്താണ് ആന്തരിക വിചാരം ഉണ്ടാകണം. എന്താണ് എൻ്റെ കപ്പാസിറ്റി കൂടിയോ? ഇതിൻ്റെ 2 പോളാണ്. 2 പോളെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാർട്ടുണ്ട് ഇതിന്. ഒന്ന് ദൈവത്തിൻ്റെ പാർട്ടാണ്. ദൈവത്തിൻ്റെ പാട്ടിന് കുറ്റമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ സെക്കൻഡ് പാർട്ട് നമ്മളെ ബാധിക്കുന്നതാണ്. നമ്മളെ ബാധിക്കണം, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. പിടിയില്ലേ? നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ നിങ്ങൾ പറയും ടാപ്പ് തുറന്നിട്ട് വെള്ളം വരണില്ല, വെള്ളം തരുന്നത്. അപ്പം നിങ്ങൾ ഉടനെ വാട്ടർ അതോറിറ്റി വിളിച്ച് പറയും. അപ്പോൾ പറയും, ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങൾ വെള്ളം വിട്ടല്ലോ, നിങ്ങൾ കിട്ടാത്ത നിങ്ങളുടെ ടാപ്പ് പോലെ പ്രശ്നം ഉണ്ടാകുന്ന നോക്കാൻ പറയും. അതാണ് പ്രോബ്ലം. 2 പാർട്ടുണ്ട്. വെള്ളം വിട്ടിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കിട്ടണ്ടേ? അത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. അതാണ് ഈശോ ചോദിക്കുന്നത്. നിയമത്തിൽ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, നീ അത് എങ്ങനെയാണ് വായിച്ച് കുളവാക്കിയിരിക്കണമെന്നാണ് ചോദിക്കുന്നത്. എന്താ സംഭവം? അത് നിൻ്റെ കാര്യമാണ്. അത് നമ്മൾ അവിടെ മെയിൻ്റെനൻസ് എപ്പോഴും ആവശ്യമുള്ള ഭാഷ. അതായത് ദൈവാനുഭവത്തിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ പാർട്ടിൽ മെയിൻ്റെനൻസ് എപ്പോഴും വേണം. ചിലപ്പോൾ വിശ്വസ്തതയുടെ കാര്യത്തിൽ ചിലപ്പോൾ വീണുപോയി കാണും, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഉപ്പെന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞില്ലേ, ഉപ്പൊരു പ്രിസർവേറ്റീവാണ്. അത് എവർലാസ്റ്റിംഗ് കവനൻ്റ് എന്നാണ് എൻ്റെ അർത്ഥം. കാര്യം ഉടമ്പടി നീ ചെയ്താൽ, ഉടമ്പടി ബൈ നേച്ചർ ഇറ്റ് ഈസ് എവർലാസ്റ്റിംഗ്. ഇപ്പോൾ 32 ഐസയ 32:40 എന്താ പറയുന്നത്? ഞാൻ നിന്നോട് ചെയ്ത ഉടമ്പടി നിത്യമാണെന്ന്. അല്ല ടെമ്പററി ഉടമ്പടി ഇല്ല നമുക്ക്. നമ്മളൊരു 90 ദിവസം എടുക്കുന്നതിൻ്റെ കാര്യം, ഉടമ്പടിയുടെ ഒരു ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്ന 90 ദിവസമാണ്. ഒബേദ് ഹെറോദിൻ്റെ വീട്ടിലും 90 ദിവസം ഉടമ്പടി വാഗ്ദാന പേടകം ഇരുന്ന് അനുഗ്രഹിച്ചത്. അതുകൊണ്ട് നമ്മൾ 90 ദിവസം മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതാണത്. പിന്നെ പുതുക്കണത് അവനവരുടെ സൗകര്യവും സമയമൊക്കെ ഉണ്ടെങ്കിൽ പുതുക്കിയാൽ മതി. പിന്നെ പുതുക്കുമ്പോൾ പിന്നെ രണ്ടാമത് ആ 90 ദിവസത്തേക്കാണ് നമ്മൾ പുതുക്കണത്. ചിലപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് വീണ് പോകും. ഇടയ്ക്ക് ചിലപ്പോൾ ഗ്യാപ്പ് വീണ് ഇപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ആൾക്കാരുണ്ടാകത്തില്ല. ഉള്ള ആൾക്കാർ പുറത്ത് പോയി ജോലിക്ക് പോയി കാണും, നീ മാത്രമേ ഉള്ളൂ, നിനക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, പ്രായമായ അമ്മ വീട്ടിൽ കിടക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് പ്രഷറിനൊക്കെ ഉള്ളതാണ്, മരുന്ന് സമയത്ത് കൊടുക്കണം, അപ്പോൾ നിനക്ക് വരാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരാൾ വന്നിട്ട് വേണം നിനക്ക് വരാൻ. അങ്ങനെ ഓരോരുത്തർ സിറ്റുവേഷൻസ് എല്ലാം ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 90 ദിവസത്തേക്ക് പുതുക്കിയിട്ട് ആ 90 ദിവസം കൃത്യമായിട്ട് ചെയ്യാൻ നോക്കണം. അതിൽ അവിശ്വസ്തത വരുത്തരുത്. കാര്യം നമ്മുടെ ഈ മറ്റ് കാര്യങ്ങളെ പോലെ നമ്മൾ ദൈവദൃസന്നിധിയിൽ ഇപ്പോൾ റിലേഷൻ എന്നല്ലേ പറയുന്നത്, വേറിത്ത് റിലേഷൻ. അപ്പോൾ ഇന്ന് സെക്കൻഡ് 2 എഡ്ജുണ്ട്. ഒന്ന് നീയാണ് കക്ഷി, പിന്നെ ഒന്ന് ദൈവമാണ് ഒരു കക്ഷി. അപ്പോൾ ഈ 2 കക്ഷികളുള്ള കാരണം നമ്മൾ ദൈവത്തോട് ചെയ്തിട്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്താൽ ദൈവവും ഇത് സീരിയസ് ആയിട്ട് എടുക്കും. കാര്യം ഈ ഉടമ്പടിയുടെ വിഷയം 90 ദിവസം നീ വിശ്വസ്തയോടെ ചെയ്തെന്ന് വിചാരിച്ചോ, അത് കഴിഞ്ഞാൽ ദൈവം അപ്പോഴും വിശ്വസ്തനായിട്ട് നിൽക്കുമല്ലോ. നിനക്ക് നിൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നല്ലേ. 90 ദിവസം കഴിയണം. 90 ദിവസം പക്ഷേ കറക്റ്റായിരിക്കണം. ആ 90 ദിവസം നീ കറക്റ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് ഗ്യാരണ്ടീഡാണ്. എന്താ കാര്യം? അത് 2 തിമോത്തി 2:13 വെച്ചാൽ ഗ്യാരണ്ടീഡാണ്. നീ അവിശ്വസ്തനാണെങ്കിലും ദൈവം വിശ്വസ്തനായിരിക്കും. പിടിയിടുക. അത് ഇതിൻ്റെ അകത്തുള്ള ടെക്നിക്ക് മനസ്സിലാക്കണം.
അതായത് 2 തിമോത്തി 2:13 എന്താ പറയണത്? നിങ്ങൾ അവിശ്വസ്തരാണെങ്കിലും പറഞ്ഞേ അവിശ്വസ്തരാണെങ്കിലും ദൈവം വിശ്വസ്തനായിരിക്കും. ദൈവം വിശ്വസ്തനായിരിക്കും. അപ്പോൾ 90 ദിവസം കഴിഞ്ഞാലും ഈ ഉടമ്പടിയുടെ വരുമാനം, അതിൻ്റെ ദൈവാനുഗ്രഹം നിൻ്റെ ജീവിത മണ്ഡലങ്ങളിൽ നിനക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടി കാശുരൂപം, അതാണല്ലേ നമുക്ക് പ്രമാണമായിട്ട് പട്ടയമായിട്ട് കയ്യിലുള്ളത്, അത് ഞങ്ങൾ ഒരു 5 പൈസ പോലും മേടിക്കാതെ പുതുക്കി തരും. ദാറ്റ് മനസ്സിലായി, അത് നിങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ പ്രസൻസ് ഫീൽ ചെയ്യാനുള്ള ഒരു ഉപാധി പഴയ നിയമത്തിൽ ഇതുപോലെയുള്ള ഫലകങ്ങളാണ്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. പക്ഷെ ഉണ്ടാകുന്ന അവരെന്താ ചെയ്തിരിക്കണത്? അതിനവർ വരാ ആ ഫീലിങ് ദൈവം വാഗ്ദാനം ചെയ്യുമല്ല. ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം മാറത്തില്ല എൻ്റെ അടുത്ത് നിന്ന്. അത് 33:14 നീ പോകുന്ന ഇടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. എബ്രഹാത്തിനോടും പറയാം. പ്രസൻസ് അതാണ്. പ്രസൻസ് എപ്പോഴും ദൈവം ഉടമ്പടി ഭാഗമായിട്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് പ്രസൻസ്. അത് ആശുപത്രിയിലായാലും എംബസിയിലായാലും കോർട്ടിലായാലും എവിടെയായാലും അതാണ് സഞ്ചാരി മാതാവെന്ന് ആൾക്കാർ സാക്ഷ്യം പറയണത്. അത് ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ ഈ പ്രസൻസ് ഫീൽ ചെയ്യാൻ പണ്ട് ഉപയോഗിച്ചിരുന്നത് ജ്ഞാപകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെമ്പ് ചുരുളാണത്. ചെമ്പ് ചുരുളെ എഴുതി വെക്കും, ക്ഷേമ പ്രയർ എഴുതി വെക്കും. ഹിയർ ഇസ്രായേൽ ദ ലോർഡ് യുവർ ഗോഡ് ഈസ് വൺ ലോർഡ് യു ഷൽ ലവ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രെയറുണ്ട്. എന്താണ്? ഇസ്രായേലെ ശ്രവിക്കുക, നിൻ ദൈവമായ കർത്താവ് ഏക ദൈവമാണ്, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക എന്നുള്ള ചെമ്പുതകട എഴുതി വെച്ചിട്ട് നെറ്റിയിൽ കെട്ടിവെച്ചുകൊണ്ട് നടക്കും പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി. അതെന്നിട്ട് ഇതിമേ തൊട്ടിട്ട് ഇവർ ഈ പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആ പ്രസൻസ്, കാര്യം ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം ഓൾറെഡി കൊടുത്തിരിക്കുന്നതാണ്. അതിൽ നിന്ന് അവിശ്വസ്ത ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾക്ക് അതിനോട് വിശ്വസ്ത തോന്നാൻ വേണ്ടിയാണ് ഈ ഫലകം നെറ്റിയിൽ കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്നത്. അതിന് പകരമാണ് ഞങ്ങൾ മരിയൻ ഉടമ്പടി നിങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള വലിയ കാശുരൂപം തരണത്. അതുകൊണ്ടാണ് അത് പോയി കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ റീഫണ്ട് ചെയ്യും, ഉടനെ തരും, ഉടനെ തിരിച്ചു തരും. പോയെന്ന് പറഞ്ഞാൽ മതി, എഴുതി തരണം പോയി എന്ന് പറയുന്നത്. മകൾക്ക് കൊടുത്തും വന്നിട്ടും കള്ളത്തരം പറയരുത്, അത് ചെയ്യരുത്. അത് നമ്മൾ ദൈവത്തോട് ചെയ്യണ ഒരു അപരാധമല്ല, അങ്ങനെ ചെയ്യരുത് നിങ്ങൾ. പക്ഷേ പോയെന്ന് നിങ്ങൾ എഴുതി തന്നാൽ 1 പൈസ പോലും മേടിക്കാതെ എപ്പോഴൊക്കെ പോയെന്ന് പറഞ്ഞാലും തിരിച്ചു തരും. കാര്യം അത് നിങ്ങൾക്ക് അതിൻ്റെ വില അറിയത്തില്ല, ഞങ്ങൾക്ക് അതിൻ്റെ വില അറിയാം. കാര്യം അത് ജ്ഞാപകമാണ്, ഉടമ്പടിയുടെ ഭാഗമായിട്ട് പഴയ നിയമം പോലെ ഉപയോഗിക്കുന്നതാണത്. അപ്പം അതുകൊണ്ട് ഇന്നും തരും. അതുവേണ്ടി ഇപ്പോൾ 1 മണി തൊട്ട് 2 മണി വരെ ഇത് കൊടുക്കുന്ന സമയമാണ്. പക്ഷേ ഡാമേജ് ഉള്ളത് തന്നാൽ ഡാമേജ് ആയിപ്പോകും. ശരിക്കും ഈ അതിങ്ങനെ ഡാമേജ് ആയിട്ടുള്ള സാധനം ഉപയോഗിക്കരുത്. അതിൻ്റെ കൊളുത്തൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പടം മങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ തിരിച്ചു തരണം. അപ്പം പുതിയ തരും, അതിനുടനെ പുതിയ തരും. കൈമോശം വന്നു പോയാൽ കൈമോശം വന്നതാണെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി കളർ വ്യത്യാസമുള്ള എന്നാൽ വളരെ ഫ്രഷായിട്ടുള്ള പ്രയർ പവർ രണ്ടിനും ഒരുപോലെയാണ്, അത് തരും. അപ്പം അതുകൊണ്ട് അത് സൂക്ഷിക്കണം. പക്ഷേ അത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് എൻ്റെ പവർ ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടത്. കാര്യം നമുക്ക് ക്ഷേമ പ്രയറിന് പകരം നമ്മൾ ഉടമ്പടി തന്നിരിക്കുന്നത് വിശ്വാസപ്രമാണമാണ്. പഴയ നിയമത്തിലെ ക്ഷേമ പ്രയറിന് പകരമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വിശ്വാസപ്രമാണം തന്നിരിക്കുന്നത്. 2 ഒന്ന് തന്നെയാണ്. അതായത് ഹിയർ ഇസ്രായേൽ ദ ലോർഡ് യുവർ ഗോഡ് ഈസ് വൺ ലോർഡ് എന്ന് പറയുന്ന ക്ഷേമ പ്രയറും ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുന്ന വിശ്വാസപ്രമാണവും ബേസിക്കായിട്ട് ഒരു സാധനം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് എവിടെയാണ് ഇപ്പോൾ ഈശോ ഒരു സാന്നിധ്യം നിനക്കില്ല. ഇപ്പോൾ ചിലർ ഇപ്പോൾ ഒരു കോടതി ചെന്ന് നിൻ്റെ കേസ് തോക്കുമെന്ന് വാദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോക്കുമെന്ന് അറിയണമെങ്കിൽ ആ വാദത്തിനെ പോലും നമുക്ക് ദൈവത്തിനെ കൊണ്ട് അമ്മ എല്ലായിടത്തും സാന്നിധ്യം നൽകണമല്ലേ. ഞാനിത് പറയണേക്കെ തിയറി മാത്രമല്ല, സാക്ഷ്യങ്ങളെല്ലാം ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാ കാര്യങ്ങൾക്കും നമ്മളതനുസരിച്ചാണ് ആക്ടിവേറ്റ് ചെയ്യണത്. നമ്മൾക്കും ആ വിശ്വസ്തത ഉണ്ടെങ്കിൽ ദൈവം പിന്നെ അതിനോട് ഏത് അറ്റം വരെയും ദൈവം നിൻ്റെ കൂടെ നിൽക്കും. വിശ്വസ്തത ഒരു പ്രോബ്ലമാണ്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വിശ്വാസം മതിയല്ല എന്നാണ്. പക്ഷേ സാധാരണ പ്രാർത്ഥനയ്ക്ക് വിശ്വാസം മതി. പക്ഷേ ഉടമ്പടി എന്ന് പറയുന്ന സംവിധാനത്തിന് വിശ്വസ്തതയാണ് വേണ്ടത്. അപ്പം നീ ദൈവത്തോട് എടുത്തിരിക്കുന്ന ഉടമ്പടിയില്ലേ, ഉടമ്പടി നീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നിൻ്റെ വിശുദ്ധിയുടെ കാര്യങ്ങളും
നിൻ്റെ പ്രാർത്ഥന, നിൻ്റെ സുവിശേഷ പ്രഘോഷണം, അതുപോലെ തന്നെ നിൻ്റെ ഇപ്പോൾ സുവിശേഷ പ്രചാരണം, ഇതൊക്കെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയൊക്കെ പതുക്കെ ചെയ്ത് നീ എപ്പോഴും ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യമാണ് ഭയങ്കര. എന്താ കാര്യം? നമ്മൾ ചെയ്യേണ്ട പുറപ്പാട് 14:14 ഉടമ്പടിയുടെ ഒരു വാഗ്ദാനമുള്ളതാണ്. എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്നാണ് പറയണത്. മനസ്സിലായില്ലേ? ടെൻഷൻ അടിക്കേണ്ടെന്ന് ബൈബിൾ പറയുന്നൊരു ഭാഗപദമാണ്. പുറപ്പാട് 14:14 എന്താ പറയണത്? ഏറ്റു പറഞ്ഞേ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മൗനമായി ഇരുന്നാലും മതി. അപ്പോൾ 1 കോടിയുടെയൊക്കെ ജപ്തി നടപടി വന്നെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, അച്ഛാ ഇനി അധികം കാര്യങ്ങൾ ഓവറായിട്ട് നിങ്ങൾ അവിടെ പോയി ഇവിടെ തിരക്ക് പരവേശം കൊണ്ട് നടക്കണ്ട, മര്യാദക്ക് കൂൾ ഡൗൺ ആകുക. എന്താ കാര്യം? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കണ അച്ഛാ ഒന്നും പറയണ്ട അച്ഛാ, വിസ ഇപ്പോൾ 2013 സ്റ്റാറ്റസ് ഇട്ടതാണ്, ഞങ്ങൾ നെറ്റടിച്ച് നോക്കിയിട്ട് ഒരു മൂവ്മെൻറ്റും ഇല്ല, അതങ്ങനെ തന്നെ നിൽക്കണം, സ്റ്റാറ്റസ് അങ്ങനെ തന്നെ നിൽക്കണം എന്ന് പറയും. അപ്പോൾ ഞാൻ മോൾ ഇനി അതിൻ്റെ അകത്ത് നീ ഉൾക്കൊണ്ട പറയണ്ട. എന്താ കാര്യം? ഇനി നമുക്കവിടെ ചെയ്യാൻ, നമുക്ക് അമേരിക്ക ചെല്ലാനോ ആ കമ്പനി ചെല്ലാനോ ചോദിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. പക്ഷേ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? കർത്താവിന് അവിടെ ചെല്ലാനും നിൻ്റെ വിസയുടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഇളക്കിയെടുക്കാനും പറ്റൂ. ഇതാണ് പുറപ്പാട് 14 പറയണത്. പുറപ്പാട് 14 ഒരു ജനത അനുഭവിച്ച വിശ്വാസ സാക്ഷ്യമാണ്. പക്ഷേ നമ്മളെന്താ ചെയ്യണത്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ അതേ ദൈവത്തിലെ ഉടമ്പടിയുടെ പ്രശ്നത്തിൻ്റെ ക്ലെയിമല്ലേ. മറ്റു പ്രാർത്ഥനയ്ക്ക് ക്ലെയിം ഇല്ലല്ലോ. എന്ത് പ്രാർത്ഥനയ്ക്ക് എന്ത് ക്ലെയിം ഉണ്ട് നിങ്ങൾക്ക്? മറ്റു പ്രാർത്ഥനയ്ക്ക് ക്ലെയിം എന്താ ഉള്ളത്? നമുക്ക് ക്ലെയിം ഉണ്ടെന്ന് പറയണത് യേശുക്രിസ്തു. നമ്മളതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ പ്രതി എന്ന് പറയണത്. നമ്മൾ പീഡാനുഭവത്തിൻ്റെ പ്രതിയായിട്ട് ക്ലെയിമാക്കുകയാണ്. പക്ഷേ അത് എന്തിലാണ്? യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ മെരിറ്റ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ബൈ ഫെയ്ത്താണ്. പക്ഷേ ബൈ ഫെയ്ത്തിനൊരു പ്രശ്നമുണ്ട്. എന്താ കാര്യം? ബൈ ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസം മൂലമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ വിശ്വാസത്തിന് യാക്കോബിൻ്റെ വെളിപാട് വരുമ്പോൾ എബ്രാഹത്തിൻ്റെ നീതീകരണമായിട്ട് വ്യത്യാസം വരും. എബ്രാഹത്തിന് ആദ്യകാലങ്ങളിൽ കൊടുത്ത വെളിപാടിനനുസരിച്ചുകൊണ്ട് ദൈവം അവൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായിരിക്കും. എബ്രാഹത്തിന് ഫെയ്ത്ത് മാത്രം മതി. പക്ഷേ ഫെയ്ത്ത് മാത്രം മതിയെന്ന് പറയും, വിശ്വാസം മാത്രം മതി. പക്ഷേ അതിൻ്റെ അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ 2ാം ക്ലാസ് കഴിഞ്ഞിട്ട് 3ാം ക്ലാസ് വരത്തില്ലേ? അത് അല്ലെങ്കിൽ നമ്മൾ SSLC കഴിഞ്ഞിട്ട് പിന്നെ +1 കഴിഞ്ഞില്ലേ? അപ്പോൾ മുന്നോട്ട് പുറകോട്ടാണ് നമ്മൾ പഠിക്കണം, അല്ലല്ല മുമ്പോട്ടല്ലേ പോണത്. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോണ വിഷയം നിങ്ങളുടെ വിശ്വാസം കൊണ്ട് താങ്ങത്തില്ല വിഷയം. അത് നിങ്ങൾ ടെക്നിക്കായിട്ട് മനസ്സിലാക്കണം. വിശ്വാസം കൊണ്ട് താങ്ങത്തില്ല. എന്താ കാര്യം? പ്രവൃത്തി വേണ്ടി വരും അവിടെ. അത് കാരണം യാക്കോബ് പറയണത് വിശ്വാസം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു. ഇപ്പോൾ എബ്രാഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ 15:6 ഉൽപ്പത്തി 15:6 എന്താ പറയണത്? എബ്രാഹം തൻ്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെങ്കിലും ആ വിശ്വാസത്തിൽ പിന്നീട് ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പറഞ്ഞു. അത് പ്രവൃത്തിയാണ്. അപ്പോഴേ എപ്പോഴും നമ്മുടെ വിശ്വാസം നീതീകരിക്കുന്നത് പ്രവൃത്തി കൊണ്ടാണ്. ഇതുകൊണ്ടാണ് പ്രേക്ഷിത പ്രവർത്തനം തന്നിരിക്കുന്നത്. കുറേ പ്രവൃത്തി കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വസ്തതയെ നീതീകരിക്കേണ്ടത്. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ രോഗികളെ സന്ദർശിക്കാൻ പോയിരുന്ന കൈബൊക്കെ ഉടമ്പടി പ്രകാരം രോഗികളെ സന്ദർശിക്കാൻ പോയവർ ഇത്രയേ ഉള്ള ആൾക്കാർ. ഇവിടെയാണ് പ്രവർത്തികൾ പരാജയം വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടി നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്, അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാവുന്നു. അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാവുന്ന നമ്മൾ ഉടമ്പടിയിൽ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നതാണ്. അപ്പോഴേ എന്തിനാണ്? ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ദൈവിക നടപടിയാണ്. അത് മാതാവിൻ്റെ ഒരു കണ്ടുപിടുത്തമല്ല, അമ്മയിൽ വസിച്ച പരിശുദ്ധാത്മാവിൻ്റെ കണ്ടുപിടുത്തമാണ്. അമ്മയെ കണ്ടപ്പോഴെന്തുകൊണ്ടാണ് മാലാക്ക പറഞ്ഞത്? കരുത്വമേനെ എന്താ പറഞ്ഞത്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. ഇവർ ഫുൾ ഓഫ് ഗ്രേസാണ്. ഫുൾ ഓഫ് ഗ്രേസ് ആയത് കാരണം കൃപ നിറഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് കൃപ നിറഞ്ഞ അവളെ സ്വസ്തിയെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ബലം കിട്ടുന്നതിൻ്റെ കാരണം അതാണ്. ഇവർ കൃപ നിറഞ്ഞതാളാണ്. ഈ കൃപ നിറയുമ്പോൾ
സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കണത്? ആത്മാവിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എല്ലാം ഈ കൃപയിൽ അറിയാൻ പറ്റും. ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ യോഹന്നാൻ 2:3 ഉടമ്പടിയുടെ ബേസ്മെൻറ്റ്, അവർക്ക് വീഞ്ഞില്ല. വീഞ്ഞെന്ന് പറയുമ്പോൾ ഭൗതികമായ വിഷയങ്ങൾ, അത് എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഓരോ ഇല്ലായ്മ ആളല്ല, അത് ഒരു പ്രതീകമാണ്. ആരോഗ്യമില്ല, പഠിച്ചിട്ട് മനസ്സിലാകണില്ല, ചിലർക്ക് പഠിച്ചിട്ട് മനസ്സിലാകണില്ലല്ലോ. ഇപ്പം വന്നിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ IELTSകാരെ എല്ലാ ദിവസവും പ്രൊഫഷണൽസിനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. പ്രൊഫഷണൽസിന് രക്ഷപ്പെടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് എത്ര IAS ആയാലും ശരി, എന്തായാലും ശരി, IT ആയാലും ശരി, പ്രൊഫഷണൽസിനെ എപ്പോഴും പ്രാർത്ഥിക്കും. അത് അവരുടെ രേഖ കാണിച്ചാൽ മതി. ഉടമ്പടി എടുത്ത് രേഖ കാണിച്ചാൽ അപ്പം തന്നെ വിളിപ്പിക്കുവരാ. കാര്യം അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം അവരുടെ ചേട്ടനും അനുജനും ഒക്കെ രക്ഷപ്പെടും, അവരുടെ അനിയത്തിയൊക്കെ രക്ഷപ്പെടും. ഒരാൾ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ ആ കുടുംബത്തിൽ നിന്ന് കുറേ എണ്ണത്തിന് അവർക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ പൊട്ടടിക്കാൻ പോകത്തില്ലല്ലോ. അവർ ആ കുടുംബത്തെ വേദനിച്ച് വളരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കുടുംബത്തിൻ്റെ മാതാപിതാക്കളെ കടങ്ങൾ പരിഹരിക്കും. അത് കാരണം എന്നോട് ഈശോ പറഞ്ഞിട്ടുണ്ട്, പ്രൊഫഷണലിനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രൊഫഷണൽസ് അച്ഛൻ നിങ്ങൾ ബസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ചിലർ വരും കരഞ്ഞുകൊണ്ടായിരിക്കും വരണവർ. അവർ പറഞ്ഞാൽ അച്ഛാ എനിക്ക് തലയിലൊന്നും ഇരിക്കണില്ല അച്ഛാ എന്ന് പറയും. തലയിലൊന്നും ഇരിക്കണില്ല അച്ഛാ, പക്ഷേ എനിക്കിതെല്ലാം വേറെ പരീക്ഷയില്ല, പഠിക്കാനും പറ്റത്തില്ലെന്ന് പറയും. ഞാൻ പറഞ്ഞു തലയിലൊന്നും ഇരിക്കണ്ട, കർത്താവ് ഇരുന്നാവോ നിൻ്റെ തലേ. എന്താ കാര്യം? ഇങ്ങനെ കുറേ അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം അവർ പറയും അച്ഛാ ഞാനതിന് എഴുതിയില്ലായിരുന്നല്ലോ, ഞാനതിന് എഴുതിയില്ലല്ലോ അത്. പക്ഷേ എഴുതാത്തതിനും അമ്മ സ്കോർ ചെയ്തെന്ന് വരും. ഇത് നമ്മൾ ഒരിക്കലും ദൈവത്തെ അറിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ചത്തുകളയും. കാര്യം എന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യുക. അപ്പം നിങ്ങളോർക്കും കൈ കെട്ടി ഇരുന്നാൽ മതി, ദൈവത്തിന് വിളിച്ചാൽ മതി. അങ്ങനെയല്ല, നമ്മളെ കൊണ്ട് കഴിയാവുന്ന നമ്മൾ ചെയ്യും. ബാക്കി എന്ത് ചെയ്യും? ആര് ചെയ്യും? എല്ലാം നമ്മളെക്കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടോ? ഇല്ല. നിങ്ങളുടെ കടങ്ങൾ എല്ലാം. അപ്പം നിങ്ങളിപ്പോൾ ജപ്തി നടപടിയാണെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനോ വിൽക്കാനോ ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല അച്ഛാ എന്ന് പറയും. ഒന്നുമില്ല അച്ഛാ. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടെന്ന് പറയും. കാര്യം എന്താ കാര്യം? നമുക്ക് വേണ്ടി ഈ ആൾ നേരത്തെ എല്ലാം കൊടുത്തിരിക്കണതാണ്. അങ്ങനെയാണ് കൃപ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ആളിലൊന്ന് ഭംഗിയായിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ മതി. കൊടുക്കാനുള്ളതെല്ലാം ഈ ആൾ നേരത്തെ നമുക്ക് വേണ്ടി റെമിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോധം ഉണ്ടാണ് നമുക്ക്. ഒക്കെ ഐശ്വര്യം കെട്ടുപോയെന്നൊന്നും പറയരുത്. ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളുടെ ഒരു ഭാഗമാണ് ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഐസയ ഈ ഉടമ്പടി വെളിപ്പെടുത്തിയ ആദ്യ നിമിഷം എന്താ പറഞ്ഞെന്നറിയാവോ? അനുസരിച്ചാൽ നീ ഐശ്വര്യം പ്രാപിക്കോ. ഐസയ 1:19. ഇപ്പം സങ്കീർത്തനം എന്താ പറയണത്? നെഗേബിലെ ജലപ്രവാഹങ്ങൾ ഇടയ്ക്ക് ഇത് നമ്മുടെ ഭാരതപ്പുഴ പോലെയാണ്. ഇടയ്ക്ക് മാർച്ച് മാസമാകുമ്പോൾ ഉണങ്ങിപ്പോവും. ഭാരതപ്പുഴ ഞാൻ ഇടയ്ക്കൊക്കെ പണ്ട് ധ്യാനിപ്പിക്കാൻ നടക്കുന്ന കാലത്ത്, പുറത്തൊക്കെ ധ്യാനിപ്പിക്കാൻ നടക്കുന്ന കാലത്ത് ഭാരതപ്പുഴയ്ക്ക് ഇറങ്ങി നിൽക്കും. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നദിയായിരുന്നു പണ്ടും. ഞാൻ പെരിയാറിൽ കുറേ നാൾ ആലുവപ്പുഴ താമസിക്കുമ്പോൾ പുഴകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഭാരതപ്പുഴയ്ക്ക് നടന്നു പോകാം നമുക്ക് മാർച്ച് മാസത്തിലൊക്കെ. പക്ഷേ അത് പിന്നെ വരണത് എപ്പോഴാണ്? ജൂൺ മാസത്തിലാകുമ്പോഴാണ് വീണ്ടും പുഴയിൽ വെള്ളമാകണത്. അതുപോലെ ഒരു പുഴയാണ് നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ. ഒന്ന് പ്രാർത്ഥിച്ച്. നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്നതുപോലെ കർത്താവേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. അപ്പം ഇത് സങ്കീർത്തനം 126:4. ഇതിന് മറുപടി പറയണതും പരിശുദ്ധാത്മ പറയും. എപ്പോഴാണ് ഐശ്വര്യം പുനഃസ്ഥാപിക്കണത്? അനുസരിച്ചാൽ. അനുസരിച്ചാൽ കർത്താവിൻ്റെ വചനം അനുസരിച്ചാൽ, ഉടമ്പടി പാലിച്ചാൽ എന്നതിൻ്റെ അർത്ഥം. ഐശ്വര്യം ഇരിക്കുന്നത് എവിടെയാണ്? ഉടമ്പടിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഐസയ 1:19 പറയണത് എന്താണ്? അനുസരിച്ചാൽ. പറഞ്ഞേ, അനുസരിച്ചാൽ നീ ഐശ്വര്യം പ്രാപിക്കും. ഇപ്പം ഡിൻസിയുടെ സാക്ഷ്യം അതല്ലേ. 100 കൊല്ലമായിട്ട് ആ നാട്ടിൽ വെള്ളമില്ല. ആ വീട്ടിലല്ലേ, ആ നാട്ടിൽ ആ പ്രദേശത്ത് വെള്ളമില്ല. ഉടമ്പടി എടുത്തുകൊണ്ട് പോയപ്പോൾ ഒരു തണുപ്പ് പോലെ മാതാവ് കൂടെ വന്ന്
അപ്പോൾ അവർക്ക് തോന്നി പിറ്റേ ദിവസം ആരോട് ഇത് മനുഷ്യൻ ആരോട് പറഞ്ഞു സാക്ഷ്യം പറഞ്ഞു ഇത് മനുഷ്യനല്ല എന്ന് അവർ പറയണത്. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ കിണർ കുഴിക്കാൻ തോന്നി. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ഇത് മണ്ടത്തരമാണ്, എത്രയോ തലമുറകൾ കുഴിച്ചിട്ട് വെള്ളമില്ലാതെ ഉപേക്ഷിച്ച് കളഞ്ഞൊരു പ്രോജക്റ്റാണിത്, നിങ്ങളിപ്പോൾ എന്ത് മണ്ടത്തരം, വെറുതെ കാശ് കളയാൻ പോകണമെന്ന് ഓരോരുത്തർ പറയും. കാശ് കളയാൻ പോകണമെന്ന്. എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ട് മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് വൺസ് ഇപ്പം ഞാൻ ഈ ഉടമ്പടി തുടങ്ങിയ കാലത്ത് ഞാൻ ആരോടും പറഞ്ഞില്ല ഉടമ്പടി തുടങ്ങാൻ പോകുന്നു. അമ്മ എന്നോട് പറഞ്ഞ സമയത്ത് ഞാനൊരു നേർച്ചപ്പെട്ടി പോലെ ഒരു പെട്ടി എടുത്ത് വെച്ചും ബേവിച്ചായ എന്ന് പറഞ്ഞ എൻ്റെ സഹപ്രവർത്തനമുണ്ട്, ബേവിച്ചായ ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ട്. അപ്പം തങ്കച്ചായൻ എൻ്റെ സണ്ണി ഇവരൊക്കെ വന്ന് സന്ധ്യയ്ക്ക് വന്നിട്ടും പറയും. അപ്പം അന്നാണ് ഇത് തുടങ്ങി 2015 സെപ്റ്റംബറിൽ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സങ്കടങ്ങൾ അമ്മയുടെ മുമ്പിൽ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ മുമ്പിൽ അടിസ്ഥാനത്തിൽ എഴുതിയിടാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഫോർമാറ്റ് ആയിട്ടില്ലായിരുന്നു, ഐഡിയ മാത്രമേ അമ്മ തന്നുള്ളായിരുന്നു. അതിൻ്റെ അകത്തൊന്നാണ് ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അനുസരിച്ചാൽ നീ ഐശ്വര്യം പ്രാപിക്കും. അത് വേളാങ്കണ്ണി വെച്ച് 90 കൊന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടെ കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അന്ന് പറഞ്ഞതെല്ലാം ഞാൻ ബുക്കിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംഭവം തുടങ്ങുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും. സൗന്ദര്യം പോകാം, ആരോഗ്യം പോകാം, സമ്പത്ത് പോകാം, കടങ്ങളാകാം, ചിലപ്പോൾ വീട്ടിൻ്റെ ചുറ്റുപാട് നമുക്ക് സമാധാനം പോകാം. പക്ഷേ എന്തൊക്കെ പോയാലും എൻ്റെ മക്കൾ ഇതെല്ലാം പുനഃസ്ഥാപിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കൈ ഇടിച്ച് കിടത്താൻ അപ്പോൾ ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ചത്തും കെട്ടും ഇത് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കും, ഇങ്ങനെ നശിഞ്ഞ് നാറാണക്കല്ലും പിറകി നടക്കാൻ ദൈവത്തിൻ്റെ പൈതലാണ് നീ. അങ്ങനെ ഇങ്ങനെ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കണില്ല. അതുകൊണ്ട് ആ ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന് പറയണത്. പക്ഷേ എങ്ങനെ പുനഃസ്ഥാപിക്കുമെന്ന് പറയണത്? അനുസരിച്ച പോലെ. ഏഷ്യ 1:19 അനുസരിച്ചാൽ പറഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിച്ചാൽ നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അതിനുശേഷം നഷ്ടപ്പെട്ടു പോയ എല്ലാ സംഭവവും. ഇപ്പം ഈ കേസ് തന്നെ നമ്മൾ അപ്പോൾ ആദ്യം എടുത്ത കേസ് എടുക്കാമല്ലോ. ഈ കേസിൻ്റെ പ്രത്യേകത ഡിൻസി പറയണത് ഞങ്ങൾ ആൾക്കാരോടൊന്നും ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു ഇന്ന് മണ്ടത്തരമാണ് ഈ കാണിക്കേണ്ടത്, ഇങ്ങനെ ചെയ്യരുത്, കാശ് പോകാൻ വെറുതെ എന്തിനാ, ആര് പറഞ്ഞു നിങ്ങളോട് ഇപ്പോൾ ഇത് ചെയ്യാൻ, ഇപ്പോൾ വെള്ളം കിട്ടുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അതിനൊന്നും ആർക്കും മറുപടിയില്ല. ഇപ്പോൾ വെള്ളം കിട്ടുമെന്ന് എങ്ങനെ തോന്നി? 100 കൊല്ലമായിട്ട് കുഴിച്ചിട്ട് വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ഇപ്പോൾ വെള്ളം കിട്ടുമെന്ന് എങ്ങനെ തോന്നി? ആരും നിങ്ങളോട് പറഞ്ഞു എന്നൊക്കെ ചോദിക്കണം. പക്ഷേ അതിനൊന്നും അവർക്ക് മറുപടിയില്ല. പക്ഷേ ആന്തരിക ഒരു ബോധ്യമുണ്ട്. മനുഷ്യൻ്റെ മറുപടിയൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ആന്തരിക ബോധ്യമുണ്ട്. കർത്താവ് ഞങ്ങൾക്ക് വെള്ളം തരാൻ പോകുന്നു എന്നുള്ളത്. അവർ കുഴിച്ച് വെള്ളമില്ല, പല പരിപാടി. അപ്പോൾ ഇവർ ഡിൻസെന്ന് വെച്ചാൽ പോയി ഉപ്പ് കൊണ്ടുവന്നിട്ട് കുഴിക്കളറിൻ്റെ കത്തേക്കിട്ട്. ഉപ്പെന്ന് പറയുമ്പോൾ ഉപ്പ് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം വെച്ചാൽ വിശ്വാസ പ്രമാണം ചൊല്ലി വേണം ഇടാൻ. കാര്യം ഉപ്പ് വിശ്വസ്തതയുടെ അടയാളമാണ്. നിങ്ങൾ തമ്മിലുള്ള എവർലാസ്റ്റിംഗ് കവനൻ്റ് അല്ലേ, വിശ്വസ്തയുടെ അടയാളമാണ്, പ്രിസർവേറ്റീവാണ്. നിൻ്റെ ഉടമ്പടിയെ സംരക്ഷിക്കുന്നത് ആരാണ്? ഉപ്പാണ്. വിശ്വസ്തതയെന്ന് പറയുന്നതാണ് ഉപ്പ്. ഈ വിശ്വസ്തയുടെ അടയാളമായിട്ടാണ് ഉപ്പ് തരണത്. അപ്പോൾ ഇതുകൊണ്ട് ഇവർ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടു. ഇടുമ്പോൾ അവർക്കൊരു ഐഡിയ വന്നു. എന്താണെന്നറിയാം? കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് പാറപ്പുറത്ത് വെക്കുക. അടുത്ത ഐഡിയ ആണ്. ഈ ഐഡിയയൊക്കെ നമുക്ക് വിശ്വാസിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, അല്ലേ? വിശ്വാസം എല്ലാവർക്കും മനസ്സിലാകുക. പിന്നെ മാതാവിൻ്റെ രൂപം കൊണ്ട് പാറപ്പുറത്ത് വെച്ച് ഇല്ലാത്ത വെള്ളം എങ്ങനെ ഉണ്ടാകുന്ന അവർ ചോദിക്കും. അതുകൊണ്ടാണ് ഈശോ പറയണത്, നീ പോകുമ്പോൾ ദൗത്യമായിട്ട് പോകുമ്പോൾ ആരെയും അഭിവാദനം ചെയ്യരുതെന്ന് പറയും. കർത്താവ് കൊടുക്കുന്ന നോട്ടാണത്. അതെപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആന്തരിക ബോധ്യം കിട്ടിയാൽ ഇത് പാപികളുമായിട്ട് ഷെയർ ചെയ്യരുത്. പാപികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയും വിധിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തെ അംഗീകരിക്കാത്ത ആൾക്കാരും പ്രാർത്ഥനയെ ജീവിക്കാത്ത ആൾക്കാരുമായിട്ട് നിൻ്റെ ആധ്യാത്മികത നീ ഷെയർ ചെയ്യരുത്. ഞാൻ ഉടമ്പടി എടുത്ത കാലത്ത് ആരോടും പറയത്തില്ല ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നൊന്നും പറയത്തില്ല. അമ്മ എനിക്കുന്ന ബോധ്യമാണ്. ഞാൻ പറയും കാത്തിരുന്ന് കാണാം എന്നത് മനസ്സിൽ അത്രയേ ഉള്ളൂ. ഇപ്പോൾ 10,000-ങ്ങളായില്ലേ? എ ഗ്രേഡ് സാക്ഷ്യം 10,000-ആയി. സാക്ഷ്യം 10-30,000 ഉണ്ട്. അതല്ല, എ ഗ്രേഡ് എന്ന് പറഞ്ഞത് പക്ക ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളായിട്ട് മാത്രം. മേജറാണ് എല്ലാം വരണത്. ഉടമ്പടിയുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് മേജറായിട്ടുള്ള സംഭവങ്ങൾ. മേജർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞു. അവർ താമരശ്ശേരി ഇടവകയാണ്. താമരശ്ശേരി നമ്മുടെ ഇതിലേ ഉണ്ടത്. അതായത് അവരുടെ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാര്യം അതൊരു മേജർ സബ്ജക്റ്റാണ്. കാര്യം ഇവരുടെ വിഷയം എന്ന് വെച്ചാൽ അവിടെ ഒരു മറിപ്പുഴ അങ്ങനെ എന്തോ സാധനമുണ്ട്. ആ പുഴയിൽ
ഒരു ജലവൈദ്യുത പദ്ധതി ഗവൺമെൻറ് അനൗൺസ് ചെയ്തായിരുന്നു 17 വർഷം മുമ്പ്. എന്നിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കുഴപ്പം അറിയാമല്ലോ, പദ്ധതി വന്നാൽ അനൗൺസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെന്താ കുഴപ്പം? അവർ സ്ഥലം എടുക്കത്തുമില്ല, നമുക്കത് വിൽക്കാനും പറ്റത്തില്ല, പിന്നെ അതിന് വിലയും കിട്ടത്തില്ല, അത് ഫ്രീസായി പോകും. അത്രയും സ്ഥലം 27 കുടുംബങ്ങളുടെ സ്ഥലമാണ് മറിപ്പുഴ ഫ്രീസായി പോയിരിക്കുന്നത്. 27 കുടുംബങ്ങൾ. എന്താ ചെയ്തിരിക്കുന്നത് അറിയാമോ? അതും ഒരു ബലമും കൂടാണ്. ഗവൺമെൻറ് ഇത് പദ്ധതി അനൗൺസ് ചെയ്തിട്ട് 17 കൊല്ലമായി. സർവേയൊക്കെ നടത്തി ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ കുറ്റിയൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യും? അനക്കമില്ല. അനക്കമില്ല വന്നപ്പോൾ എന്ത് ചെയ്ത്? ആൾക്കാർ എപ്പോഴായാലും ഗവൺമെൻറ് എടുക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് 3 ലക്ഷം രൂപ ആണ് അതിൻ്റെ ഒരു ഏക്കറിന് സ്ഥലം. അവിടെ ഒരു സെൻറ്ററിനല്ല, 3 ലക്ഷം രൂപ ഒരു ഏക്കറിനാണ്. അതിനാണ് അന്ന് എഗ്രിമെൻ്റ് ആയത്. ഈ ഒരു ഏക്കറിന് 3 ലക്ഷം രൂപ മലമുകളിലാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ആൾക്കാരെല്ലാം അവിടെ നിന്ന് 27 കുടുംബങ്ങളിൽ 10 താഴേക്ക് ഇറങ്ങി വന്ന് താഴെ വരാങ്ങളിൽ പോയി 2-3 സെൻറ്റൊക്കെ വാങ്ങിച്ചിട്ട് താമസിക്കും. ചില ആൾക്കാർ വാടകയ്ക്ക് പോയി. കാര്യം ഇവിടെ കിടക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം എന്താ ഗുരുതരമായ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? അതായത് ഗവൺമെൻറ് ആ പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്ത്, അതാണ് സംഭവം. ഈ ആൾക്കാർക്ക് അവിടെ താമസിക്കാതെ 27 കുടുംബങ്ങളെ ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ 5-6 കുടുംബങ്ങളെ അവിടെ ഉള്ളൂ. അത് കാരണം പഴയ കാട്ടുപന്നി അതുപോലെ തന്നെ പുലിയൊക്കെ കയറാൻ തുടങ്ങിയതിൻ്റെ അടുത്ത്. കാര്യം എന്താ? കാടായില്ലേ, ആൾക്കാർ പോകുന്നില്ലേ? ഒരു ദുരന്തം വന്ന വഴികളാണ്. അപ്പോൾ ആ 6 പേരുടെ കൂട്ടത്തിൽ ഒരു ചേട്ടത്തി വന്ന് അമ്മയോട് പറഞ്ഞ്, അമ്മേ ജീവിതം തീർന്ന്, ഇറങ്ങാനും പറ്റുന്നില്ല, അവിടെ താമസിക്കാനും പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇറങ്ങാനും പറ്റത്തില്ല, അവിടെ നിന്ന് ഇറങ്ങാനും പറ്റണില്ല, എവിടെ പോകാനാ? അവിടെ താമസിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് അവരൊന്ന് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷീസ് ഇൻസ്പിരിറ്റഡ്. ഉടമ്പടി കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചങ്കെ കൊണ്ടാണ് കൃത്യമായിട്ട് ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോഴാണ് കുഴപ്പം വരുന്നത്. അല്ലെങ്കിൽ പ്രസൻസ് ഒന്നും, ഉടമ്പടിയുടെ മെയിൻ പ്രസൻസാണ്, സാന്നിധ്യമാണ്. ഐ വിൽ കം വിത്ത് യു എന്നല്ല പറയണത്. അതാണ് പുറപ്പാടിൻ്റെ 33:14, ഞാൻ നിൻ്റെ കൂടെ വരും. ഇവർക്ക് ഉടനെ ഒരു ആവേശമുണ്ടായി ഉടമ്പടി ചെയ്തോടുകൂടി. ഇവർ നേരെ ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെന്ന് വെച്ച് അമ്മയോട് പറഞ്ഞല്ലോ അണക്കെട്ടിലെ കാര്യം പറഞ്ഞ്. അണക്കെട്ടൊന്നുമില്ല, ഇപ്പോൾ ആ ഗവൺമെൻറ് പ്രോജക്റ്റ് കളഞ്ഞു. ഉടനെ ഇവർ ചെന്ന് വെച്ചും ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്കിതുപോലെ ദൈവത്തിൻ്റെ ശക്തി ആവേശം ഉണ്ടായി. ഇവർ വീട്ടിൽ ചെന്ന് വെച്ചും അപ്പം മകൻ പറഞ്ഞു, എടാ മുഖ്യമന്ത്രി വിളിക്കടാന്ന് പറഞ്ഞു. ഒരു വിഷയത്തിൻ്റെ പോക്കുണ്ട്, അതിൻ്റെ എടാ മുഖ്യമന്ത്രി വിളിച്ചടാന്ന് പറഞ്ഞു. ഉടനെ എന്തിനാണ് അമ്മേ? അല്ല ഈ സ്ഥലം എടുക്കുകയില്ലെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രോജക്റ്റ്. അപ്പോൾ അവർ ആ പഴയ ആൾക്കാർ തന്നെയാണ് അവരെ. പക്ഷേ ഇപ്പോൾ അവർ ആളിൻ്റെ ഒരു സ്റ്റേച്ചറങ്ങോട്ട് മാറി, ലെവല് മാറി ആളിൻ്റെ. ഉടനെ മുഖ്യമന്ത്രിനെ വിളിച്ച് മകൻ, അമ്മയുടെ ഒരു കമാൻഡ് പോലല്ലേ വിളിച്ച്. പിണറായി വിജയൻ സാർ എടുത്തില്ല, മുഖ്യമന്ത്രിമാരെ എടുക്കത്തില്ലല്ലോ സാധാരണ. പക്ഷേ ഉടനെ ചെടുത്തി വിടത്തില്ല. ചേച്ചി പറഞ്ഞടാ വകുപ്പ് മന്ത്രിനെ വിളിക്കാൻ പറഞ്ഞു. വകുപ്പ് മന്ത്രി ആരാണ്? അന്ന് മണിസാറാണ് വകുപ്പ് മന്ത്രി. വകുപ്പ് മന്ത്രി വിളിച്ചപ്പോൾ തന്നെ അങ്ങനെ എടുത്ത് ഫോൺ. എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് ചില തീരുമാനം വല്ല ഉണ്ടാ? ഇവിടെ ഞങ്ങൾ തീരാനായില്ല ആൾക്കാർ, 6 എണ്ണം ഇവിടെ ഉള്ളു, ബാക്കിയെല്ലാം ഇപ്പോൾ പഴയതുപോലെ കാടായി. ഒന്നെങ്കിൽ ഗവൺമെൻറ് എടുത്ത് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയും. അപ്പോഴുടനെ ആ മനുഷ്യർ പറയും, നിങ്ങൾ വന്ന് എന്നെ കാണാൻ പറയും. അപ്പോൾ കോവിഡാണെങ്കിൽ ഭയങ്കര ശക്തം. അപ്പോൾ കോവിഡ് ശക്തമായത് കാരണം സാറേ ഞാനെങ്ങനെ വരാനാണ്, വന്നാൽ തന്നെ സാറിനെ കാണാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞ് 2 പേരെ വിടാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവർ ആദ്യം പറഞ്ഞത് നിങ്ങൾ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇമെയിൽ ചെയ്യാനാണ് മനസ്സാറ് പറയണത്. അപ്പോൾ അത് പറഞ്ഞ് ഞാൻ ഹൗസ് വൈഫാണ്, എനിക്കിതൊന്നും അറിയാൻ പാടില്ലെന്ന് പറയും. ഇതാണ് വിഷയം എന്ന് പറയണത്. കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. പക്ഷേ അവരെത്ര മണിമണിയായിട്ടാണ് പറയണത്. നിങ്ങൾ ന്യായാധിപന്മാരുടെ സംഘത്തിൽ എത്തുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിച്ചുറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുമെന്ന് ഈശോ പറഞ്ഞില്ല. കൈയിട്ടിച്ച് കിടത്ത് ആരും ശ്രദ്ധിക്കട്ടെ. അപ്പോൾ 2 പേരെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞ 2 പേരെ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ പഴയ കൺവീനറും വേറെ ഒരാളെയും കൂടി നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട്. അപ്പോഴേ എന്നെ അവിടെ ചെന്ന ഉടനെ മന്ത്രി ഇതിൻ്റെ ആൾക്കാരെ വിളിപ്പിച്ചു. ചെയർമാനാണ്, പ്രോജക്റ്റ് ചെയർമാനെ വിളിപ്പിച്ചു. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പ്രോഗ്രാം ഗവൺമെൻറ് അവോയ്ഡ് ചെയ്താണ്, ഒഴിവാക്കിയതെന്ന്. അപ്പോൾ അവർ പറയും, കരുത് ഫ്രിഡ്ജായി പോയില്ലേ, എന്തുമാത്രം നഷ്ടമാണ്, ജീവനഷ്ടം.
അപ്പോൾ ഉടനെ മനസ്സാർ ചെയർമാനോട് പറയും, ഇവർ കോടതി പോയാൽ ഞാൻ ഇവിടെ കൂടെ നിൽക്കുമെന്ന് പറയും. അപ്പോൾ ചെയർമാന് പൊള്ളും, കാര്യം മനസ്സിലാകും. അതോടുകൂടി 72 മണിക്കൂറിനുള്ളിൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. എഴുതി ഒപ്പിട്ട് 1 സെൻറ്റിന് 30 ലക്ഷം, 1 ഏക്കറിന് 3 ലക്ഷം ആയിരുന്നില്ല, അത് 37 ലക്ഷമാക്കി ഉയർത്തി ആ സാധനം എടുത്ത് മാറ്റും. ഇത്രയും സ്പീഡാണിത്. ഇത് ഉടമ്പടിയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്, നമ്മുടെ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ളത് 2 ഫീച്ചർ. ഒന്ന് ഇതിൻ്റെ പ്രസൻസാണ്. ബൈ പ്രസൻസ് നമുക്ക് ആ ചേച്ചിക്ക് പ്രസൻസ് ഫീൽ ചെയ്തില്ലേ? അവരെ പണ്ട് ഒരു ഹൗസ് വൈഫാണെന്ന് അവർ പറഞ്ഞത് ശരിയാണ്. അവരെ കൊണ്ടാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം സംഭവിക്കുന്നത് മേജർ പ്രോജക്റ്റാണ്. ഇതിൻ്റെ ടൈം ഷോട്ട് വരണം, കണ്ടില്ലേ? ടൈം ഷോട്ടാണ് ഉടമ്പടി രണ്ടാമത്തെ ഒരു ഫീച്ചർ. വിതിൻ നോ ടൈം 17 കൊല്ലം ഡാഗ് ചെയ്ത് കിടന്ന സംഭവമാണ് 7 ദിവസത്തിനുള്ളിൽ ചാപ്റ്റർ ക്ലോസ് ആകുന്നത്. ഇത്രയും സ്പീഡാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് തന്നെയാണ് ഉടമ്പടി മുഴുവനും. നിങ്ങൾ സാക്ഷി നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അച്ഛന് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നമ്മൾ അത്ഭുതമെന്ന് പറയുന്ന പ്രാർത്ഥനയുടെ അപ്പുറത്തുള്ള സംഭവമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് പാലിക്കും. പക്ഷേ എനിക്കുള്ള ഒരു ഉത്കണ്ഠ എന്ന് പറയണത് എന്താണ്, ദൈവം പാലിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്നറിയാമോ? അതായത് ദൈവം ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം എപ്പോഴും പറയണത് ജാഗ്രതയാണ് ദൈവത്തിനുള്ളത്. ജാഗ്രത. ഈ ജാഗ്രത നമുക്കും ഉണ്ടാകണം. ദൈവത്തിന് ഉടമ്പടിയെക്കുറിച്ചുള്ള ജാഗ്രതയാണ്. അതിന് ഈ പ്രവാചകന്മാരൊക്കെ വിടുന്നില്ലേ? പ്രവാചകന്മാരൊക്കെ വിടുമ്പോൾ ഇപ്പം ജെറമിയായോട് ദൈവം ചോദിക്കുമേ, ജെറമിയാക്കൊരു ദർശനം കിട്ടും. ജെറമിയായ്ക്ക് ഈ പ്രവാചകന്മാർക്കെല്ലാം കിട്ടുന്നത് കവനൻ്റൽ ആയിട്ടുള്ള ഒരു പെർസെപ്ഷനാണ് കിട്ടുന്നത്. അതിൻ്റെ വിഷനാണ് കിട്ടുന്നത്. അപ്പോൾ ജെറമിയ ഒരു ദർശനം കാണും. അപ്പോൾ ദൈവം ചോദിക്കുമേ, ജെറമിയ വാട്ട് യു സീ? അപ്പോൾ ജെറമിയ പറയും, ജാഗ്രത വൃക്ഷം, ഞാനൊരു ജാഗ്രതാ വൃക്ഷം കാണുന്നെന്ന് പറയും. ജാഗ്രതാ വൃക്ഷം. അപ്പോൾ ജെറമിയ 1:11 ഞാനൊരു ജാഗ്രതാ വൃക്ഷം കാണുന്നു. അപ്പോൾ ജാഗ്രതാ വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ബദാമാണ്. ബദാമിനാണ് ജാഗ്രതാ വൃക്ഷം എന്ന് പറയുന്നത്. കാര്യം ബദാമിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ബദാമില്ലേ, അതിനൊരു വലിയ മരമാണത്. 30 മീറ്റർ നീളമുള്ള ഉയരമുള്ളൊരു മരമാണത്. അപ്പോൾ ഇത് വസന്തം വരുന്ന മുമ്പ് ആദ്യം പൂക്കണ മരം ബദാമാണ്. അതാണ്. അപ്പോൾ ജാഗ്രത മുന്നറിയിപ്പാണ്. വസന്തം വരുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ്. ബദാം പൂക്കുമ്പോൾ നാട്ടുകാരെല്ലാം പറയും വസന്തം വരാൻ പോകുന്നു. അതാണ് ജാഗ്രത. അതിനാണ് ബൈബിളിൽ ജാഗ്രതാ വൃക്ഷം. അപ്പോൾ ജെറമിയായോട് ചോദിക്കാം, നീ എന്താ കാണുന്നത്? ഞാൻ ജാഗ്രതാ വൃക്ഷം കാണുന്നു. എന്നിട്ട് പറയും, അപ്പം ദൈവം പറയും, ഞാനും എൻ്റെ ജനത്തോട് അവരോട് ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് ജാഗ്രതയുണ്ടെന്ന്. യൂസേ മനസ്സിലായില്ലേ? പോയിൻ്റ് മനസ്സിലായില്ലേ? നിങ്ങൾ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് അതിൻ്റെ മേൽ ജാഗ്രതയുണ്ടാകും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾക്കും ജാഗ്രത ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഉടമ്പടിയെക്കുറിച്ച് അങ്ങയെപ്പോലെ അങ്ങയോട് ചെയ്ത ഉടമ്പടി പ്രകാരം എനിക്കും ജാഗ്രത തരണമേ. ശ്രുതികട്ടെ. ഡെൻസിക്ക് സംഭവിക്കുന്നത്, ഈ ഉപ്പ് ഇട്ടതിന് ശേഷം പിന്നെ അവൾക്കൊരു ഐഡിയ കിട്ടും. എന്താ ഐഡിയ? കൃപാസന മാതാവിൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് പാറയുടെ പുറത്ത് വെക്കുക, എന്നിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുക. അപ്പോൾ ഇതിങ്ങനെ കുഴക്കണൊക്കെ കുഴിക്കുന്നുണ്ട്, ഒരു കഥയില്ല. എന്താ പറയുക, വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്. വെള്ളം എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലത്. വെള്ളത്തിൻ്റെ സ്വരം കേൾക്കാതെ ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോഴേ, പക്ഷേ വെള്ളം എങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ നാട്ടുകാരെന്ന് വെച്ചാൽ പറഞ്ഞേ, ഈ വെള്ളം ആ കുഴക്കിണറിലൂടെ താഴേക്ക് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് കൺഫ്യൂഷനായി. വെള്ളവും കിട്ടത്തില്ല, കാശും കുറേ പോകണ്ടേ, കുറേ കാശ് പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും പരിശുദ്ധാത്മാവ് ഇവരുടെ ഉള്ളിൽ നിന്ന് പറയുന്നു, നമ്മൾ ഈ വിഷയത്തിൽ വിജയിക്കുമെന്ന്. ഇതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരും. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ബൈ പേഴ്സൺ പ്രസൻസ് കാണാൻ പറ്റത്തില്ല. ചിലക്ക് തണുപ്പ് അനുഭവിക്കുന്നു, ചിലക്ക് തണുപ്പാണ് അനുഭവിക്കുന്നത്. പക്ഷേ ചില ആൾക്കാർക്കും സ്മെല്ല് വരും, പക്ഷേ ചിലക്ക് ഒന്നും വരത്തില്ല.
ചിന്തയിൽ ഇങ്ങനെ ആന്തരിക ബോധ്യം കിട്ടിക്കൊണ്ടിരിക്കും. ഈ ആന്തരിക ബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസൻസ് തന്നെയാണത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം, നിങ്ങൾക്ക് ഒരു ആന്തരിക ധൈര്യം, ആത്മധൈര്യം. അപ്പം നിങ്ങൾ പറയും, ഇപ്പം എല്ലാവരും ഓ പോയാ തെറ്റാ ശരിയായി. പക്ഷേ ആന്തരിക ധൈര്യത്തിൽ പറയും ഇല്ല ഇത് ശരിയാവും, ഇത് ശരിയാവും എന്ന് പറയാമെന്ന് വെച്ചാൽ, ഇപ്പം ചെറിയ ഡോക്ടർ പറയത്തില്ലേ ഇത് കളയണം കേട്ടോ, ഇത് കളയണം ഈ കൊച്ചിനെ, ഇതിന് കണ്ണുമില്ല, ചെവിയില്ല, ഹൃദയമില്ല എന്നൊക്കെ പറയും. അപ്പോഴും ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ 5-ാം മാസക്കാരത്തിയുടെ 3 സ്കാനിങ് കഴിഞ്ഞേ ഇത് ഇവിടെ പറയും ഇല്ല ഡോക്ടറെ ഇത് കളയത്തില്ല, ഇത് അമ്മ തന്ന ഉടമ്പടി കുഞ്ഞാണ് എന്ന് പറയും. എന്താ കാര്യം? ഇത് ആന്തരിക ബോധ്യമാണ്. അവർക്ക് ആന്തരിക ബോധ്യം. ആ കൊച്ചിൻ്റെ ഹൃദയമില്ല അതിനെ. അവൾ 5 മാസം ഗർഭിണിയാണ്, 3 സ്കാനിങ് കഴിഞ്ഞ്. പക്ഷേ ഡോക്ടർ പറയും ഇതെന്ത് മണ്ടത്തരെ കാണിക്കണത്, ഇത് ഓട്ടിസം ആയിരിക്കും ജനിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ പറയും ഇല്ല ഡോക്ടറെ ഇത് അമ്മ തന്ന കുഞ്ഞാണ്, ഇനി അങ്ങനെയാണ് അമ്മ ഇഷ്ടമെങ്കിൽ ഞാനത് ഏറ്റെന്ന് പറയും. പക്ഷേ ഇവർക്ക് ആന്തരിക ബോധ്യം. ഈ ആന്തരിക ബോധ്യം എഴുതിവിട്ട പരീക്ഷയായാലും നീ ജയിക്കുമെന്ന് എനിക്കൊരു ബോധ്യം കിട്ടിയാൽ അത് പ്രസൻസാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? പ്രസൻസ് എന്ന് പറയുന്നത് എന്താണ്? സാന്നിധ്യം. ഉടമ്പടിയുടെ ഒരു ഓഫറിംഗ് ആണ്. ഓഫർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഓഫർ എന്നല്ലേ പറയണത്. അപ്പോൾ ഉടമ്പടിയുടെ ദൈവം തന്നൊരു ഓഫറാണ് ഐ വിൽ കം വിത്ത് യു. പക്ഷേ കം വിത്ത് യു എന്ന് വെച്ചാൽ ഞാൻ നിൻ്റെ കൂടെ വരും. പക്ഷേ നിൻ്റെ കൂടെ വരുന്നു എന്ന് പറയുമ്പോൾ ബൈ പേഴ്സൺ ഇങ്ങനെ ആളായ്മയായിട്ട് വരണമല്ല പ്രശ്നം. എന്താണ്? നിനക്ക് ആന്തരിക ബോധ്യം വരും. ആന്തരിക ബോധ്യം എന്ന് പറയുന്നത് എന്താണ്? കൊടുങ്കാറ്റിൽ കർത്താവ് ഏലിയയുടെ ദർശനം കണ്ടിട്ടില്ലേ? ആദ്യം കൊടുങ്കാറ്റ് വന്നു, പിന്നെ അഗ്നി വന്നു. അഗ്നി കഴിഞ്ഞിട്ട് അഗ്നിയിൽ കർത്താവില്ലാഞ്ഞു. പിന്നെ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയോട് ചോദിച്ചു ഏലിയ വാട്ട് യു ആർ ഡൂയിങ്? ഞാൻ അങ്ങേക്കുറിച്ചുള്ള തീഷ്ണതയെ ചുലിക്കുകയാണെന്ന് പറയും. അപ്പം മൃദുസ്വരത്തിലൂടെയാണ് ആ സാന്നിധ്യം വരണത്. വലിയ കാറ്റും കോളും ബഹളമായിട്ട് വരുന്നില്ല. അപ്പം ചില സമയത്ത് ആൾക്കാരെല്ലാം നമുക്കെതിരെ നിൽക്കുമ്പോഴും നമ്മൾ പറയും, ഇപ്പോൾ ഡോക്ടർ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ 3 മാസം കൊണ്ട് എല്ലാവരെയും അറിയിക്കാം, 3 മാസം കൂടി ആൾ ജീവിച്ചിരിക്കത്തുള്ളൂ, ബന്ധുക്കളൊക്കെ അറിയിക്കാൻ പറഞ്ഞില്ലേ. പക്ഷേ ഇവരെന്താണ് ചെയ്യണത്? ഇവർ ഉടമ്പടി തൈലം കൊണ്ടുപോയി ആ വ്യക്തിക്ക് നെഞ്ചിലും വയറിലും തേക്കുകയാണ് ചെയ്യണത്. എന്താണ്? അവർക്ക് ഈ മൃദുസ്വരമുണ്ട് ഉള്ളിൽ നിന്ന്. അവർ കൊച്ചച്ചനാണ് വിളിക്കണം. ആ സാക്ഷി നിങ്ങൾ കേട്ടില്ല, 65,000 പേരായി ഇപ്പോൾ കാണുന്നത്. അവരുടെ ഉള്ളിൽ പറയണ ഇപ്പോൾ ഡോക്ടർ പറയുന്നു 3 മാസമേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴും ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു. ഏലിയായോട് പറഞ്ഞ പോലെയാണ്. അഗ്നിക്ക് ശേഷം കൊടുങ്കാറ്റുണ്ടായി. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. അതിനുശേഷം പെരുമഴ പെയ്തു. പെരുമഴയിലും കർത്താവില്ലായിരുന്നു. പിന്നീട് ഒരു മൃദുസ്വരം ഞാൻ കേട്ടു. എന്നോട് ചോദിച്ചു, ഏലിയ വാട്ട് യു ആർ യു ഡൂയിങ് ഹിയർ? നീ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണെന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. ഈ തീഷ്ണതയായി ജ്വലിക്കണത് ദൈവത്തിന് അറിയാൻ പാടില്ലേ ഇവൻ തീഷ്ണതയായി ജ്വലിപ്പുള്ള ആളാണെന്ന്? പക്ഷേ എങ്കിലും അവൻ്റെ വായുന്നത് കേൾക്കാൻ ദൈവത്തിന് എന്നാ കൊതിയാണ്. ദൈവവേദലെ എന്നെ കേൾക്കുമ്പോൾ നീ ഇപ്പോൾ ദൈവത്തെയാണ് കേൾക്കണത്. എന്താ കാര്യം എന്ന് പറയും, ഞാൻ ദൈവമായത് കൊണ്ടല്ല, കർത്താവിൻ്റെ വചനം പറയുന്നത് കൊണ്ടാണ്. ദൈവവചനം നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു, അവർ ദേവന്മാരെന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളും ദേവന്മാരാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? ദൈവവചനം ആരെ കേൾക്കുന്നുവോ, ആരെ അക്സെപ്റ്റ് ചെയ്യുന്നുവോ അവർ ദൈവത്തിൻ്റെ സന്തതികളാണ്. കൈയടിച്ച് കർത്താവ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഒരു ജ്ഞാനമെന്ന് പറയണത് ആന്തരിക ബോധ്യങ്ങളെ പരിശോധിക്കാനാണ്. മനസ്സിലായില്ലേ? ആന്തരിക ബോധ്യങ്ങൾ. ഇപ്പം നീ ഒരു വെഞ്ചറിൽ ഇടപെട്ടിരിക്കുകയാണ്, ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിൻ്റെ കൂട്ടുകാരെല്ലാം നേരത്തെ പരീക്ഷ എഴുതി രാജ്യം വിട്ടുപോയി, നീ മാത്രം ഒറ്റപ്പെട്ട് ഇവിടെ കിടക്കുകയാണ്. നീ ഇപ്പം നിൻ്റെ കല്യാണം, നിൻ്റെ ബന്ധുക്കളും നിൻ്റെ പ്രായക്കാരെല്ലാം കല്യാണം കഴിച്ചു പോയി. ഓരോ വീട്ടിലുള്ള നിൻ്റെ അമ്മ നിന്നെ കാണുമ്പോൾ മോന്തം കയറ്റിക്കണം, നീ അമ്മയെ കാണുമ്പോൾ മോന്തം കയറ്റിക്കണം, നിൻ്റെ കാര്യം കട്ടപ്പോവുകയാണ്. അപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നിനക്ക് കർത്താവ് ആന്തരിക ബോധ്യം തരും. എന്താണ്? നിൻ്റെ ജീവിത പങ്കാളി എൻ്റെ കയ്യിലുണ്ട്. ആന്തരിക ബോധ്യമാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവികമായ കാര്യങ്ങളെ ആന്തരിക ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ. ഇപ്പോൾ എന്നോട് ഈശോ പണ്ട് പറയുമായിരുന്നു, നീ കടലിൽ പോകണം, കടലിൽ പോയി കുമ്പസാരിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ ഞാനിത് വല്ല അച്ഛന്മാരോട് പറഞ്ഞാൽ ഓർക്കും ഈ മനുഷ്യന് ഇപ്പം തന്നെ ഭ്രാന്താണെന്ന് വിചാരിക്കും. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ കടലിൽ പോയി, 10 കൊല്ലം പോയി. കടലിൽ ബോട്ടുകാരെ വള്ളക്കാരൊക്കെ ബോട്ട് കടലിൽ വിളിച്ചു കൂട്ടി.
എന്നിട്ട് ഞാൻ ഈ കൊച്ചു വള്ളത്തിൽ ചെന്നിട്ട് ഈ ഏണി വെച്ച് വേറൊരു വലിയ വള്ളത്തിൽ കയറും, അല്ലെങ്കിൽ ബോട്ടിൽ കയറും. എന്നിട്ട് അവിടെ എല്ലാം ബോട്ടിലെ ബെഞ്ചരിച്ചിട്ട് ഞാൻ ചോദിക്കും, മാസങ്ങളായിട്ട് കുമ്പസാരിക്കാത്തവരുണ്ടോ എന്ന് ചോദിക്കും. അതിൽ അവരുണ്ടെന്ന് പറയുകയാണെങ്കിൽ 1-2 പേരെ അവിടെ വെച്ച് കുമ്പസാരിപ്പിക്കാം. ഞാൻ ആരോടും പറഞ്ഞില്ലല്ല. ഇത് പറഞ്ഞിരുന്നെങ്കിൽ അതായത് പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾ പോലും സമ്മതിക്കത്തില്ല. കാര്യം എന്താ? കടൽ തെക്കൻ ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കടൽ കൂടുന്ന സമയമാണ് തെക്കൻ കടലെന്ന് പറയും. ഈ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മളിട്ടുണ്ട് അമ്മാനം ആടും. ചിലപ്പോഴീ കയറണ കയറ്റത്തിൽ പടത്തിൽ താഴെ വീഴും. പക്ഷേ അത്രയും വിഷയമുണ്ടെങ്കിലും ഞാൻ ആരോടും പറഞ്ഞില്ല. ആന്തരിക ബോധ്യം കിട്ടിയാൽ പറയരുതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ആന്തരിക ബോധ്യം. നീ അതിൽ ഉറച്ചു നിൽക്കണം. നീ ആന്തരിക ബോധ്യം കിട്ടാൻ ഇടനെഞ്ചിലൊന്ന് കൈവച്ചേ, നെറ്റിയിലും കൈവെക്കണം. കർത്താവായ ഈശോയെ, പുറപ്പാട് 33 14 പറയുന്ന പോലെ കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഉടമ്പടി ചെയ്തിരിക്കുന്ന ഞങ്ങൾക്ക് ജീവിത മണ്ഡലങ്ങളിലെ ദൈവത്തിന്റെ സാന്നിധ്യം ആന്തരിക ബോധ്യമായി വരുമ്പോഴ് അത് തിരിച്ചറിഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് ജാഗ്രതയുടെ അഭിഷേകം നൽകണമേ. ബുദ്ധിയെയും മനസ്സിനെയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിന്റെ വചനങ്ങള് ദൈവത്തിന്റെ അടയാളങ്ങള് ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. വിശുദ്ധ ലൂക്കാന്റെ സുവിശേഷം 10:4 ഈശോ ഇത് പറയുന്നുണ്ട്. ആന്തരിക ബോധ്യം ലഭിച്ചവരെ ആരോടും സംസാരിക്കരുതെന്ന്. നിങ്ങൾ ആരെയും അഭിവാദനം ചെയ്യരുത്. ഏലിയായുടെ കാലത്ത് ഗഹാസിയോട് പറയുമായിരുന്നു, ശൂന്യക്കാരുടെ മകൾ കുഞ്ഞ് മരിച്ചു പോയപ്പോൾ ഗഹാസിയോട് പറയും, ഗഹാസി ഈ വടി കൊണ്ടുപോയി നീ കുഞ്ഞിൻ്റെ മുഖത്ത് വെക്കണം. നീ ആരെയും അഭിവാദനം ചെയ്യരുത്, തിരിച്ച് അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യരുതെന്ന്. എന്താണ്? നിൻ്റെ ദൗത്യത്തിൽ നീ ഉറച്ചു നിൽക്കണം. ഇത് വല്ല വായു നോക്കികളോടൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനെ പിശാച് അവരിലൂടെ ഈ സാധനം വെട്ടിക്കളയും. അതാണ് വിഷയം. അതുകൊണ്ടാണ് നീ ഇത് ഷെയർ ചെയ്യുക. ആന്തരിക ബോധ്യം കിട്ടിയാൽ ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം ഡിൻസി ഷെയർ ചെയ്തില്ലല്ലോ. നാട്ടുകാരെല്ലാം പറഞ്ഞു എന്ത് മണ്ടത്തര കാണിക്കണേ. അപ്പോഴില്ല, വെള്ളത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ടെന്ന് പറയും. വെള്ളത്തിൻ്റെ സ്വരം മാതാവ് കേൾപ്പിക്കുന്നതാണ്. എന്താ കാര്യം? ഇതിൽ നിന്ന് അവളെ പിന്തിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി. വെള്ളം അവിടെ ഇല്ലയോ എന്നുള്ളതെന്നല്ല പ്രശ്നം. അമ്മ ഈ വിശ്വാസിക്ക് ഈ കാറ്റിൽ കർത്താവില്ലാഞ്ഞു, അഗ്നിയിൽ കർത്താവില്ലാഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വരം കേൾപ്പിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ. അപ്പോൾ അവരെന്നാ കൃപാസനം മാതാവിൻ്റെ രൂപം കൊണ്ടെന്ന് വെച്ചിട്ട് അവിടെ വിശ്വാസപ്രമാണം ചെല്ലും. വിശ്വാസപ്രമാണം ചെല്ലുക, മാതാവിൻ്റെ രൂപം വെച്ച് വിശ്വാസപ്രമാണം ചെല്ലി ആ സമയത്ത് തന്നെ ആ രൂപം വെച്ച പാറയുടെ അടിയിൽ നിന്ന് വെള്ളം പൊങ്ങി വരാൻ തുടങ്ങും. അതാണ് ഇന്നത്തെ സാക്ഷ്യം. ഇന്നിടാൻ പോകുന്നുണ്ട്. അത് കേട്ടേക്കണം. ഈ ഉടമ്പടിയുടെ രീതി എന്ന് പറയണത് അതാണ് അച്ഛൻ പറയുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധയോടും പേടിയോടും വളരെ പേടിച്ച ആവശ്യമില്ലാത്ത പേടി വേണ്ട. പട്ടിണിയെ പേടിക്കണ പോലെയും പാമ്പിനെ പേടിക്കണ പോലെ ദൈവത്തെ പേടിക്കരുത്. ദൈവത്തെ സ്നേഹം കൊണ്ടാണ് പേടിക്കേണ്ടത്. ദൈവം എൻ്റെ കഴിവിനേക്കാളും വിശുദ്ധിയേക്കാളും ഉപരി എന്നെ ദൈവം സ്നേഹിക്കുന്നല്ലോ. റവറൻഷ്യൽ ആൻഡ് ലവിങ് ഫിയറാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഒരു ക്ഷുദ്രജീവിനെ പേടിക്കണ പോലെ ദൈവത്തെ പേടിക്കരുത്. ദൈവത്തെ പേടിക്കണം, പക്ഷെ അത് റവറൻഷ്യൽ ആൻഡ് ലവിങ് ഫിയറാണ് വേണ്ടത്. എന്ന് പ്രാർത്ഥിച്ച കർത്താവേ, അങ്ങയോട് ആദരവും ബഹുമാനവും അങ്ങയുടെ സാന്നിധ്യത്തിലെ എൻ്റെ അയോഗ്യതയോർത്തുള്ള പശ്ചാത്താപവും എല്ലാം കൊണ്ട് എന്നെ അഭിഷേകം ശ്രദ്ധിക്കട്ടെ. ഇതിൻ്റെ ഒരു ബേസിക്കായിട്ട് എൻ്റെ മക്കളെ ഉടമ്പടി എടുത്തവർ ചെയ്യേണ്ടത്, അച്ഛൻ നമ്മൾ പറഞ്ഞത്, നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾ വർദ്ധിപ്പിക്കണം. കപ്പാസിറ്റി എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഉടമ്പടിയിൽ പ്രാർത്ഥനയ്ക്ക് ഇൻ്റർസെസറി അല്ലെങ്കിൽ നമ്മുടെ പ്രെയർ എന്ന് പറയത്തില്ല. ഉടമ്പടിയിൽ പ്രെയർ അല്ല വരുന്നത്, ക്ലെയിമാണ് വരുന്നത്. എന്താ കാര്യം? ഉടമ്പടി പ്രകാരം ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. എഗ്രിമെൻ്റ് പ്രകാരം നമുക്ക് കിട്ടുന്നത് എന്താണ്? അവകാശങ്ങളാണ് കിട്ടുന്നത്, അനുഗ്രഹങ്ങളല്ല. അതാണ് അത് വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കേൾക്കാൻ. ഉടമ്പടി എന്ന് പറയുമ്പോൾ ബൈലാറ്ററാണ്, എന്നുവെച്ചാൽ ഉഭയകക്ഷി, 2 കക്ഷികളുണ്ടാവും. അപ്പോൾ
ബെറിത്തല്ലേ, ബെറിത്ത് എന്ന് പറഞ്ഞാൽ റിലേഷനാണ്. ഞാനും നീ ദൈവവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ. അമ്മയുടെ റോൾ എന്താണ്? മരിയൻ മീഡിയേഷനാണുള്ളത്. മീഡിയേഷൻ എന്ന് വെച്ചാൽ നമ്മളിവിടെ ചെയ്യണത് എന്താണ്? നോഹിനോട് ചെയ്ത ഉടമ്പടിയല്ല, എബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടിയല്ല, മോസസിനോട് ചെയ്ത ഉടമ്പടിയല്ല. എന്താണ് ഇത്? മരിയൻ ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടിയുടെ പ്രത്യേകത വെച്ചാൽ ഇപ്പം എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്തെങ്കിലും അതിന് എബ്രാഹത്തിന് മാധ്യസ്ഥനില്ലല്ലോ. ദൈവം ഒരു കക്ഷി, എബ്രാഹിം ഒരു കക്ഷി, അതിലേ ഉള്ളൂ, മാധ്യസ്ഥനില്ല. അത് കാരണം അതിൻ്റെ അകത്ത് സാറായാണ് മാധ്യസ്ഥയായത്. പണിയായിപ്പോയി. സാറാ മാധ്യസ്ഥം വെച്ച് പണിയായിപ്പോയല്ലേ. അവരല്ലേ പറഞ്ഞ് ഹാഗറിനെ പ്രാപിക്കാൻ പറഞ്ഞിട്ടല്ലേ ഇസ്മായിൽ ജനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉടങ്കൊല്ലിയ മാധ്യസ്ഥന്മാരാണ് ഉണ്ടായത് എബ്രാഹത്തിനെ പറ്റി. അതുകൊണ്ടാണ് എബ്രാഹത്തിന് വർഷങ്ങളെടുത്തത് ഈ സംഭവം. വിശ്വസ്തത ആയിരുന്നെങ്കിലും സമയമെടുത്തു. ഇപ്പം എന്താ ഇതിന് സമയമെടുക്കാത്തതിനൊന്നും? മരിയൻ ഉടമ്പടി സമയമെടുക്കാത്തതിൻ്റെ കാരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 2004 മാതാവ് 10:8 സൂചി കാണിച്ചുകൊണ്ട് ദുരന്തമുണ്ടാകാമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അന്ന് മുതൽ സമയമാണ് ഒരു വിഷയം. അതുകൊണ്ടാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ പറയും, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല. അപ്പോൾ ആകാത്ത സമയത്തെ ആക്കിയെടുക്കാൻ അമ്മയ്ക്ക് കിട്ടിയ പരിശുദ്ധാത്മ നോട്ടാണ് അവൻ പറയണ പോലെ ചെയ്യുക എന്ന് വെച്ചാൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുക, ഈശോ പറഞ്ഞ പോലെ ചെയ്യുക. നമ്മൾ ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാമെന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ പറയുകയാണ്. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു മെക്കാനിസം അറിയണം. നമ്മളെന്താ ചെയ്യണത്? ഈശോ പറഞ്ഞ പോലെ, ഈശോ പറഞ്ഞ് ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോഴും നമ്മളൊരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണം. ഗവൺമെൻറ് ആശുപത്രി രോഗികളുള്ളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബന്ധം സ്വന്തം അല്ലാത്ത രോഗികൾ പിന്നെ എവിടെയാണ് ഉള്ളത്? എല്ലാവരും ഇപ്പോൾ മകളെ പ്രസവിക്കണമെങ്കിൽ മകളുടെ പ്രസവമാകുമ്പോൾ തന്നെ വീട്ടുകാരും കെട്ടിച്ച വീട്ടുകാരും കെട്ടിയ വീട്ടുകാരും അങ്ങനെ നമ്മുടെ ഇടിയല്ലേ. എന്താണ്? അവർക്ക് ഏറ്റവും ടോപ്പ് ആശുപത്രി കൊണ്ടുപോകണം. എന്താ കാര്യം? ഞങ്ങൾക്ക് ആൻറ്റിമാരാണ് പ്രസവം ഉണ്ടാക്കണത്. എവിടെ പ്രസവിക്കണമെന്ന് ആൻറ്റി തീരുമാനിക്കും. അമ്മയും പോയി അപ്പനും പോയി. എന്താ കാര്യം? അവർക്ക് വരണം, അവർക്ക് അവിടെ ഇരിക്കണം, അവിടെ സ്റ്റാൻഡേർഡിന് പറ്റുന്ന രീതിയിൽ കൊണ്ട് നിന്നെ പ്രസവിപ്പിച്ചിട്ട് നിൻ്റെ കിഡ്നി അടിച്ച് മാറ്റി അതിൻ്റെ കാശും ബില്ലും ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ വീട്ടിൽ പോരും. ഓരോരുത്തരും എന്താ നമ്മളവർക്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല ആൻറ്റി പറഞ്ഞത് നമ്മൾക്ക് വേണ്ടിയല്ല. അവർക്ക് അവിടെ വന്നിട്ട് റെസ്റ്റിംഗ് റൂം വേണം, ആന വേണം, കൂന വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാശ് ആര് കൊടുക്കുക? അവർ കൊടുക്കത്തില്ല, നമ്മൾ കൊടുക്കണം, അവർ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പൊസിഷനിലൊക്കെ ഉള്ള ആൾക്കാർ അല്ല ഇതിനകത്ത് ഉദ്ദേശിക്കണത്. ഇത് ഉദ്ദേശിക്കണ ഗവൺമെൻറ് ആശുപത്രിയിൽ നമ്മൾ ബന്ധം സ്വന്തം അല്ലാത്ത ആൾക്കാരെ നീ പോയി കാണണം. കണ്ടിട്ട് അവർക്ക് ഒരു പ്രാവശ്യം, മാസത്തിൽ ഒരു പ്രാവശ്യം നീ പോകണം. ഒരു പുതിയ ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. കാര്യം ഒത്തിരി പേര് അവിടെ ബൈസ്റ്റാൻഡേഴ്സിന് പോലും ഭക്ഷണമില്ലാത്ത ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം എനിക്ക് ഗവൺമെൻറ് ആശുപത്രിയെക്കുറിച്ച് പലപ്പോഴും ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പണ്ട് ഞാൻ എപ്പോഴും പോകുമായിരുന്നു മെഡിക്കൽ കോളേജിൽ. എനിക്ക് പോണത് തന്നെ ഒരു ഇഷ്ടമായിരുന്നു. എൻ്റെ ഇടവകയിൽ ആരെങ്കിലും മെഡിക്കൽ കോളേജിൽ കിടക്കണമെന്ന് കഴിഞ്ഞാൽ അപ്പം പോകും വെട്ടിയെടുത്ത്. എന്തിനാണ്? അവരുടെ കൂടെ നമുക്ക് 10-30 പേരെ കാണാൻ പറ്റും. രോഗികളെയൊക്കെ കണ്ട് പ്രാർത്ഥിക്കാനും വിഷമിച്ച് വെക്കാനും. ചിലപ്പോൾ ഒരു പ്രാർത്ഥന മതിയായിരിക്കും അവർ പോരാ രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ അതെന്താ പ്രശ്നം വെച്ചാൽ നീ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്, ഒരു മിഷൻ മൈൻഡ് ഉണ്ടാകണം. കർത്താവിന് നിന്നെ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോഴേ നിന്നെക്കൊണ്ട് ദൈവത്തിന് എന്താണ് പ്രയോജനം? നീ 60 കൊല്ലം 30 കൊല്ലമൊക്കെ ജീവിച്ചിട്ടേ എന്താണ് കർത്താവിനൊരു പ്രയോജനം ഉണ്ടായത്? ഒരു പ്രയോജനമില്ല. അതാണ് പ്രശ്നം. ആ ഒരു ഗ്യാപ്പാണ് ഉടമ്പടി ഫില്ല് ചെയ്യാൻ പറയണത്. എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കും. കപ്പാസിറ്റി എന്നറിയാമല്ലോ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 10 കൊല്ലം കടലിൽ പോയി ജീവൻ പണയം കഴിച്ച് ആൾക്കാരൊക്കെ അത് കപ്പാസിറ്റിയാണത്. അത് കർത്താവിന് വേണ്ടി ആ ജോലി ചെയ്തതിൻ്റെ ബേസ്മെൻ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ക്യാൻസർ പോസ്റ്റേജ് ആണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ കടലിൽ ജീവിതം പണയം വെച്ച് നിൻ്റെ ആത്മാവിനെ നേടാൻ വേണ്ടി വന്ന കാര്യം നീ ഓർക്കണേന്ന് ചോദിക്കും. അത് നമ്മുടെ കപ്പാസിറ്റി, ക്ലെയിമാണ് നമുക്കത്. പ്രേക്ഷിത പ്രവർത്തനമാണ് ക്ലെയിം, അല്ല അച്ഛനായതല്ല ക്ലെയിം. നമ്മൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട്, കർത്താവിനെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് ക്ലെയിം എന്ന് പറയും. ഇതുപോലെ നിങ്ങൾക്ക് ഉടമ്പടി ക്ലെയിമുണ്ട്. എന്താണ്? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പത്രം കൊണ്ടേ കൊടുക്കണം. നിങ്ങൾ തന്നെ ഏൽപ്പിക്കരുത്, നിങ്ങൾ തന്നെ കൊടുക്കണം. എന്തിനാണ്? ഈശ്വരനെ അറിയാത്തവരെ അറിയാൻ നിങ്ങൾ പ്രാർത്ഥിച്ച് കൊടുക്കണം. വെറുതെ കൊടുത്താൽ പോരാ. കർത്താവ് ഈ പത്രം വായിക്കുന്നവർ ഇതിന് മുഴുവനും ഉടമ്പടി സാക്ഷ്യങ്ങളാണല്ലോ. 120 സാക്ഷ്യങ്ങളുണ്ട് ഉടമ്പടിയുടെ. ഏറ്റവും മേജർ സാക്ഷ്യങ്ങൾ. ഇത് കണ്ടവൻ തല കറങ്ങി വീഴും, കർത്താവിനെ തിരക്കി ഓടി വരും. അപ്പോൾ
പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ഞാൻ കൊടുക്കുന്ന സാക്ഷ്യപത്രം വായിക്കുന്നവരെ നിന്നെ അറിയുവാനും ആത്മരക്ഷ പ്രാപിക്കുവാനും നിന്നിൽ നിന്ന് ആശ്വാസവും നേടുവാൻ ഇടയാക്കണമേ. എന്നെ സുവിശേഷത്തിന്റെ ഉപകരണവും സാക്ഷിയുമാക്കണമേ. എൻ്റെ മക്കൾ, ഇതിനകത്ത് കഴിവ് ഒരു പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾ വ്യക്തികൾ, ഞാൻ പറഞ്ഞ വ്യക്തികൾ അവരുടെ സാധ്യതകളെ രണ്ടാമത് പുനർസ്റ്റേറ്റ് ചെയ്യണം. അതായത് വ്യക്തികൾ ഇപ്പം നിങ്ങൾക്ക് ഉള്ള കഴിവില്ലേ, ഇപ്പം നമ്മുടെ കഴിവനുസരിച്ചാണ് നമുക്ക് ദൈവമായിട്ട് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണത്. ഇപ്പം നിങ്ങൾ എന്തുമാത്രം പ്രാർത്ഥന ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വചനം അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടക്കാരെ പോയി കാണരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. നമ്മുടെ ഇഷ്ടക്കാരൊക്കെ കിടപ്പുണ്ടാകും, ബന്ധുക്കൾ, സ്വന്തപ്പെട്ട ഫ്രണ്ട്സൊക്കെ കിടപ്പുണ്ടാവും, അതല്ല പ്രശ്നം. അതുവരെ കാണണ്ടെന്നല്ല, അവരെ കണ്ടുകൊണ്ട് റിട്ടേൺസ് ഒന്നുമില്ല. എന്താ കാര്യം? അതെല്ലാം കടമയാണെന്ന് പറയിച്ചോ. നിങ്ങളെ ബന്ധു സ്വന്തം ആൾക്കാരൊക്കെ പോയി കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ അതൊക്കെ നിങ്ങളുടെ കടമയാണെന്ന് ഈശോ പറയും. കാര്യം നിങ്ങൾ അവളിൽ നിന്ന് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും കൈപ്പറ്റി കാണുമല്ലോ. അതല്ല ഈശോ, നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്നല്ല ഈശോ പറയണത്. പ്രതിഫലത്തിന് എന്താണ് അവകാശം എന്നൊക്കെ ഈശോ ചോദിക്കുന്നത് എന്താണ്? പ്രതിഫലത്തിന് അവകാശം വേണമെങ്കിൽ നമുക്ക് പ്രതിഫല ബന്ധമില്ലാത്ത ആൾക്കാരെയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോഴാണ് കപ്പാസിറ്റി കൂടുതൽ. ഇപ്പോൾ പത്രോസും പൗലോസും ആർക്കാണ് കപ്പാസിറ്റി കൂടുതൽ? പത്രോസും പൗലോസും ആർക്കാണ് കപ്പാസിറ്റി കൂടുതൽ? പറഞ്ഞോ, ആർക്കാണ് കപ്പാസിറ്റി കൂടുതൽ? ചിലർ പറയും പൗലോസിനാണെന്ന്, പക്ഷെ ഞാൻ പറയും പത്രോസിന് തന്നെയാണെന്ന് പറയും. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസിനോട് ഈശോ പറഞ്ഞത് എന്താണ്? അനനിയാസ് പറയും, ഇവൻ പ്രശ്നം ഉണ്ടാക്കി നടക്കുന്ന പാർട്ടിയാണ്, ഇവൻ യെരുശലേമിൽ പോയി ക്രിസ്ത്യാനിയൊക്കെ കൊന്നിച്ച് നടക്കുന്ന സാവൂളാണ്, കൊലപാതകയാണെന്ന് പറയുമ്പോൾ നോ, ഈശോ പറയും അങ്ങനെയൊന്നുമില്ല. 9:15 നടപടി പുസ്തകത്തിൽ 9:15 ഇവൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കണം, അവനെ ഇസ്രയേലിലും രാജാക്കന്മാരുടെ മുമ്പിലും അവൻ എനിക്ക് എൻ്റെ നാമം വഹിക്കുന്ന പാത്രമായിരിക്കുമെന്ന് പറയും. അവൻ വലിയ പ്രേക്ഷിത പ്രവർത്തകനായിട്ട് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുക, എൻ്റെ നാമം. പക്ഷെ പത്രോസിനോട് പറയണത് അതല്ല പറയണത്. പത്രോസിനോട് പാത്രം എന്നല്ല പറയണത്, വിരിപ്പാണെന്നാണ് പറയണത്. അവൻ കേപ്പായിൽ അവന് കഫർനാമിൽ അവൻ്റെ കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ ദർശനം കണ്ടിട്ട് ഒരു വിരിപ്പ്, ആകാശത്തുനിന്ന് 4 മൂലയ്ക്ക് പിടിച്ചിറക്കിയ ഒരു വിരിപ്പ് കാണുവന്. 15:15 നടപടി പുസ്തകത്തിൻ്റെ വിരിപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ലോകത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളെ കണ്ടിട്ട് പത്രോസ് ഞെട്ടിട്ട് പറയും, അഗ്ലി, എന്താ കഷ്ടമാണ്. അപ്പോൾ പറയും, ദൈവം പറയും, കൊന്ന് തിന്നടാന്ന് പറയും. പറയും, ഞാൻ തിന്നത്തില്ല, ലോകത്തിലുള്ള വൃത്തികെട്ട സാധനമൊന്നും ഞാൻ കഴിക്കത്തില്ലെന്ന് നിനക്കറിയത്തില്ല ദൈവത്തോട് ചോദിക്കും. അപ്പോൾ ഞാൻ വിശുദ്ധീകരിച്ചതാണെന്ന് പറയും. അപ്പോൾ എന്താണ് അത്? വിരിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കൊർണേലിയസിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പുറകെ വന്ന് കൊട്ടും. അപ്പോൾ തുറക്കുമ്പോൾ 2 പേര്, എന്താ? കൊർണേലിയസിന് എൻ്റെ വീട്ടിലോട്ട് നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. പത്രോസ് ഒന്നും മിണ്ടാതെ പോവും. എന്താ കാര്യം? ഈ വിരിപ്പിൽ ഇറങ്ങിയിരിക്കുന്നത് എന്താണ്? കർത്താവ് ലോകം മുഴുവനും ഇവനെ ഏൽപ്പിച്ചിരിക്കുക. ലോകം മുഴുവനും 16:15 മർക്കോസിൻ്റെ സുവിശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? ലോകം മുഴുവനും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ. അപ്പോൾ ലോകത്തിലേക്ക് പൗലോസ് 4 സ്ഥലത്തേക്ക് പോയെങ്കിൽ 4 പ്രേക്ഷിത യാത്ര നടത്തിയെങ്കിൽ മറ്റുള്ള 11 ശിഷ്യന്മാരെ കൊണ്ട് ലോകം മുഴുവനും വിടാൻ വേണ്ടിയുള്ള അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലനായിട്ട് പത്രോസിനെ ഉയർത്തിയിരിക്കണം. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതിക്കുക. അപ്പം നടപടി 10:11 ആണ് ഈ വിരിപ്പെന്ന് പറയുന്നത്. ഞാൻ ഇത് ഇപ്പോൾ പറയാൻ കാര്യം എന്നറിയാം, ഇത് എനിക്ക് വെളുപ്പിനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്നൊരു നോട്ടാണ്. അതിപ്പോൾ നിങ്ങൾക്ക് പകർന്നു തരേണ്ടത്. ഇതെല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. ഇത് ഇന്ന് രാവിലെ വെളുപ്പിനെ ഈശോ 3:30 4 മണിക്കോ സംസാരിച്ച വിഷയമാണ്. എന്താ തരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ പത്രോസാണ് പൗലോസാണെന്ന് പറഞ്ഞാലും കപ്പാസിറ്റിയിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. അപ്പോൾ ക്ലെയിം താനേ ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ കോൺഫിഡൻസ് ഇല്ലല്ലോ. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലെയിമാണ്. അതിൻ്റെ ബേസ്മെൻറ്റ് നമ്മുടെ കപ്പാസിറ്റിയാണ്. നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ മാത്രമേ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ. വിശ്വാസം, വിശ്വസ്തത കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പ്രകടിപ്പിക്കണതിലൂടെയാണ്, പ്രവൃത്തിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ?
പ്രവൃത്തി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനമാണ്, എന്തെങ്കിലും പ്രവർത്തനമല്ല. പഞ്ചായത്ത് പാലം ഒടിഞ്ഞു കിടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് പോകാൻ പറ്റുകയില്ലെങ്കിൽ ആ പാലം നിനക്ക് നേരെ നന്നാക്കി ഇടാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എന്താണ്? നാമം വഹിക്കണം. അടുത്ത പ്രാവശ്യം ഇലക്ഷന് വേണ്ടി നിൽക്കാൻ വേണ്ടി ആയിരിക്കും, അപ്പം നിൻ്റെ നാമം മാത്രമായിരിക്കും അത്. എൻ്റെ നാമം വഹിക്കുന്ന പാത്രമായിട്ട് അവൻ ഉയർത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേക്ഷിതൻ 9:15 നടപടി പുസ്തകത്തിൽ വഹിക്കേണ്ട നാമം യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അവരുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നീ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാൻ സാധ്യതയുള്ളത് ക്ഷയമാണ്. ഇപ്പോൾ MD ഡോക്ടറാണ് നീ, അല്ലെങ്കിൽ നീ ഒരു ഓഫീസിൻ്റെ മെയിൻ ആളാണ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതിലൊക്കെ. പക്ഷേ പ്രേക്ഷിത പ്രവർത്തനത്തിന് മുമ്പിൽ നീ എന്തുമാത്രം ഉന്നതനുള്ള ആ വ്യക്തിയാണെങ്കിൽ നീ കർത്താവിന് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ നിൻ്റെ ഔന്നത്യം പിന്നെയും വർദ്ധിക്കുകയുള്ളൂ, കുറയത്തില്ല. അതാണ് ഈശോ പറയുന്നത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ പറഞ്ഞേ, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പോൾ എന്തൊരു ഉയർച്ചയാണ് വരണത്? എല്ലായിടത്തും തന്നെ ഏറ്റുപറയും. നിനക്ക് ഒരു പ്രൊമോഷൻ തായോ എന്നും പറഞ്ഞു നീ ആരുടെടുത്തും കൈ നീട്ടി ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. നിൻ്റെ പ്രൊമോഷൻ നിൻ്റെ കൈ കൊണ്ടും തരൂ. കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യം കണ്ടില്ലേ, ആ ചേച്ചിക്ക് പ്രൊമോഷൻ 60 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പോകത്തില്ല. എന്താ? ഞാൻ ഉടമ്പടി ചേരുള്ളൂ. എന്താ കാര്യം? അവിടെ അമ്മ രോഗിയായിട്ട് വീട്ടിൽ കിടക്കണേ. അവൾക്ക് പണ്ട് ഭർത്താവ് രോഗിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭർത്താവിൻ്റെ പേരിൽ ഒരു ലീനിയൻ്റ് കാണിച്ചു. എന്നിട്ട് ഗവൺമെൻറ് ഓഫീസർ വരെ പോകരുതെന്നല്ല എൻ്റെ അച്ഛൻ പറഞ്ഞതിൻ്റെ കാര്യം. ഇവർക്ക് പോകാൻ പറ്റത്തില്ല, ഭർത്താവ് രോഗിയാണ്, അമ്മയും രോഗിയാണ്. അപ്പോൾ ഭർത്താവ് മരിച്ചു. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ശരി, നിങ്ങൾ ആ ഭർത്താവിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ തരായിരുന്നത്, ഇപ്പോൾ ഭർത്താവ് മരിച്ചതിലേക്ക് പ്രശ്നമൊന്നുമില്ല, ക്ലെയിമൊന്നുമില്ല, മര്യാദക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. 60 കിലോമീറ്റർ അകലെ. അപ്പോൾ അവളൊന്നും പറഞ്ഞില്ല. അമ്മയോട് പറഞ്ഞു അമ്മേ 60 കിലോമീറ്റർ എങ്ങനെ പോകും, എൻ്റെ അമ്മ കിടക്കണ അവസ്ഥ കണ്ടില്ലേ എന്ന് പറയും. അപ്പോൾ ആന്തരിക ബോധ്യം കൊടുത്തു, നീ പോകത്തില്ലെന്ന് പറഞ്ഞ്. എന്നിട്ട് റിലീവിംഗ് ഓർഡർ സെൻഡ് ഓഫ് കൊടുത്തു അവർക്ക് അവിടെ നിന്ന് പോകാൻ വേണ്ടി. അടുത്ത ഓഫീസിൽ ചെന്ന് 60 കിലോമീറ്റർ അകലുള്ള ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് മാഡം നിങ്ങളുടെ റിലീവിങ് നിങ്ങൾ ചാർജിൻ്റെ ഷീറ്റാണിത്, ഇത് നിങ്ങൾ കൈ ഏറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കേണ്ടി വരും. പക്ഷേ രാത്രി ഒരു ഓർഡർ ഉണ്ടായിട്ടുണ്ട്, എന്നുവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ പോയി പ്രൊമോഷനായിട്ട് രാത്രി കൊണ്ട് ഓർഡർ ചെയ്യും. അതായത് എന്നിട്ട് അവർ സത്യം പറഞ്ഞ് നിങ്ങളിത് കൈപ്പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ഇൻസ്റ്റൻ്റായി പോകും, ഇത് കൈപ്പറ്റരുത്. നിങ്ങൾ ഓർഡർ കൊടുക്കുന്ന ഓഫീസർ തന്നെ പറയുകയാണ് മാഡം ഇത് കൈപ്പറ്റരുതെന്ന് പറയും. എന്താ കാര്യം? ഇങ്ങനെ ഒരു പ്രൊവിഷൻ രാത്രി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വെച്ച് സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ പോകാം. എന്താണ്? ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അമ്മ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ മുകളിലേ സത്യസന്ധമായിരിക്കും. അല്ല നിങ്ങൾക്ക് വേഷം കെട്ട് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പറ്റിക്കാനും സർക്കാരിനെ പറ്റിക്കാനും അല്ല, മറിച്ച് സത്യസന്ധമാണ് നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ അമ്മ അത് ഓണർ ചെയ്യും. പക്ഷേ ഓർഡർ ചെയ്യുമ്പോൾ ഇതുപോലെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിരിക്കണം. നിങ്ങൾക്കൊരു ക്ലെയിം വേണ്ടേ? ചുമ്മാ ഉടമ്പടി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വിദാസ് പുന്നാൻ്റെ പെട്ടി കൊണ്ടുവന്ന് അപേക്ഷ കൊണ്ടുവന്നിട്ട് ഡംപ് ചെയ്യണ പോലെ പോയിട്ട് തോന്നിവാസം ജീവിച്ചാൽ പറ്റുക. നിങ്ങളുടെ ക്ലെയിം വർദ്ധിക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം യേശു നാമത്തെ നിങ്ങൾ വഹിക്കണം. അതാണ് എൻ്റെ നാമം വഹിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അതാണ് ഒരു പ്രേക്ഷിതൻ, ഒരു കപ്പാസിറ്റി വർദ്ധിക്കുന്ന വ്യക്തി 9:15 നടപടി പുസ്തകം അനുസരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമം വഹിക്കണം. അവൻ്റെ നാമം വഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വചനം കേൾക്കുക, അത് ജീവിക്കുക, അവന് വേണ്ടി സാക്ഷ്യം വഹിക്കുക. അത് ആര് ജാതിയും മതവും ഒന്നും നോക്കാതെയാണ് കർത്താവിന് നാമം വഹിക്കേണ്ടത്. എന്താ കാര്യം? രോഗിക്ക് വല്ല മതമുണ്ടോ? ദാരിദ്ര്യം പിടിച്ച് വിഷമിച്ച് നടക്കുന്ന ആൾക്കാർക്ക് വല്ല ജാതിയുണ്ട്? എല്ലാം ആവശ്യക്കാർ മാത്രമേ ഉള്ളൂ. ആരാണ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആരാണ് ഞാൻ എന്ത് പറയുമ്പോൾ ആവശ്യക്കാരൻ ആരാണെന്നാണ് ഈശോ ചോദിച്ചത്. നിൻ്റെ മുമ്പിൽ കാണുന്ന ആവശ്യക്കാരൻ ആരാണ്? കാരണം കേരളത്തിൻ്റെ പുതിയ പശ്ചാത്തലത്തിൽ ആവശ്യക്കാരനല്ലല്ല, ഉടനെ ജാതി ചോദിക്കും, ഉടനെ മതം ചോദിക്കും. കർത്താവ് പറഞ്ഞു ജാതിയും മതവും എന്നല്ല ചോദിക്കേണ്ടത്, അവൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് പലപ്പോഴും, എന്താ നിങ്ങളുടെ വിഷയം എന്താണെന്ന് നോക്കത്തുള്ളൂ, വ്യക്തി ആരാണ് ഞങ്ങൾ നോക്കത്തില്ല. നിങ്ങളുടെ വിഷയം ഡ്രാസ്റ്റിക്കാണ്, നിങ്ങൾക്ക് സർവ് ചെയ്യാൻ പറ്റത്തില്ല, വിതിൻ നോ ടൈം ആണെങ്കിൽ എമർജൻസി ആയിട്ട് പിടിപ്പിച്ചിട്ട് നിങ്ങളെ ബെസ്റ്റ് ചെയ്തിരിക്കും. ഉടമ്പടി പുതുക്കി എടുത്താൽ മാത്രം മതി, പുതുക്കണ പോലും ഇല്ല, അപ്പം തന്നെ വിളിപ്പിക്കും. പക്ഷേ രേഖ അവിടെ കാണിക്കണമെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒരു വചനം കണ്ടില്ല, അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത് സുവിശേഷം. അതായത് 9:26 അതായത് ഒരുവൻ എന്നെക്കുറിച്ചോ പറഞ്ഞേ
ഒരുവൻ എന്നെക്കുറിച്ചോ എന്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും എന്റെ പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. ഇത് ലുക്കായുടെ സുവിശേഷം 9:26 അതായത് മത്തായി 10:36 നമ്മൾ ആദ്യം വായിച്ചതല്ലേ. 32 എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റു പറയും. അതിൻ്റെ റിവേഴ്സ് വചനമുണ്ട്. എന്താണ്? എന്നെക്കുറിച്ച് ലജ്ജിച്ചാൽ ഞാനും ലജ്ജിക്കും. ഇപ്പം കപ്പാസിറ്റി ബ്രോട്ട് ഫോർ, അതായത് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവിന് നാം വഹിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം. അതിനാണ് ഇപ്പോൾ വസ്ത്രമില്ലാത്തവർ ഇന്നും ഉണ്ടോ നിങ്ങൾ ചോദിക്കും. വസ്ത്രം കൂടിയ ആൾക്കാർ ഇന്നും ഒത്തിരി ഉണ്ട്, പക്ഷേ വസ്ത്രമില്ലാത്തവരുണ്ട്. നിങ്ങൾക്കതൊരു ജോലിയായിട്ട് എടുക്കണം. അത് തിരക്കിപ്പോണം. എന്താ വെച്ചാൽ ഇപ്പം ചിലരൊക്കെ വസ്ത്രം കൊണ്ട് ഇവിടെ തരും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുത്തിട്ട് പിന്നെ അവർക്ക് ആളെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഒരു മിഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കി, ചാരിറ്റി ഉടമ്പടി ചാരിറ്റി മിഷൻ. ഒരു ആംബുലൻസ് എടുത്തിട്ട് വീടുകളിൽ പോലും കയറി ഇറങ്ങി പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ആ കുടുംബങ്ങളിലൊക്കെ ചുറ്റുവടക്കം നോക്കി എടുത്തിട്ട് അവിടെ ചിലപ്പോൾ മരുന്ന് വാങ്ങിച്ചു കൊടുക്കും, ചിലപ്പോൾ പൈസ കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം കൊടുക്കും. അപ്പം അങ്ങനെ ഒരു ശുശ്രൂഷ നിങ്ങൾക്കൊക്കെ ശുശ്രൂഷ ചേരാൻ കേട്ടോ. ഉടമ്പടി എടുക്കുമ്പോഴേ നിങ്ങൾക്കും കൃപാസന അമ്മയുടെ കൂടെ ഉടമ്പടി ചേർന്നിട്ടേ ഉടമ്പടിയുടെ ആ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ട് നിങ്ങളും പറഞ്ഞു കർത്താവ് 6 മാസം ഞങ്ങൾ ശുശ്രൂഷ ചെയ്തോളാം, ഇവിടെ വന്ന് നിന്ന് താമസിച്ച് ചെയ്യണം. എന്ത് ജോലി വേണം ചെയ്യാൻ മനസ്സുണ്ടാകണമെന്നേ ഉള്ളൂ. പ്രേക്ഷിതൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അതാ. ഈശോയുടെ കൂടെ എന്തെല്ലാം ജോലി ഉണ്ടായിരുന്നു. വിറക് വെട്ടിയ ആൾക്കാരുണ്ടായിരുന്നു, കല്ല് മാറ്റി കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നു, ഇല്ലേ? സഖ്യപുസ്തകനെ മരത്തിൽ നിന്ന് പിടിച്ചിറക്കിയ ആൾക്കാരുണ്ടായിരുന്നു. അയാൾ തനത് ഇറങ്ങിയെന്നാണ് വിചാരിക്കണത്. ഇതുപോലെ ഓരോരുത്തർക്കും പറ്റുന്ന ജോലി ശുശ്രൂഷയായിട്ട് ചെയ്യാൻ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ. ഇതുപോലെ ഞങ്ങൾ ചാരിറ്റി മിഷനായിട്ട് ആൾക്കാരെ പറഞ്ഞ് കുടുംബങ്ങളിൽ വിടുമ്പോൾ പ്രാർത്ഥിച്ചു പോകാൻ കഴിയും. പ്രാർത്ഥനാവരം വേണം, അല്ലെങ്കിൽ ഇതൊന്നും വിജയിക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ കുടുംബ മഹിതമേ എന്നൊക്കെ പറഞ്ഞ് തറവാടിത്വം പറഞ്ഞുകൊണ്ടിരിക്കും. തോമസ് ശരിയാനെ തിരിച്ച് ജ്ഞാനസാരപ്പെടുത്തിയ ആൾക്കാർ വരെ കേരളത്തിലുണ്ട്. അതാണ് അവസ്ഥ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഇതൊന്നും പറയരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രയോജനദസ്തന്മാർ ദാസന്മാരാണ്, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രേക്ഷിത മനോഭാവം വന്നാൽ അവൻ അമർത്തി കുരുക്കി നിറച്ചളന്നതിൻ്റെ മടിയിലോട്ട് ചൊരിയും. കാര്യം അവൻ ഒന്നും ബാക്കി വെക്കാതെ നൽകുന്ന പിതാവായ ദൈവത്തിൻ്റെ മകനാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. അതാണ് ഈ കാണുന്ന കുരിശെന്ന് പറയണത്. ഒരു കുറവിറച്ചിയായിട്ട് ഒരു ചാൻ തുണിയുടെ നദിയിലെ അവൻ നമ്മൾക്ക് വേണ്ടി അവൻ്റെ ശരീരം ഭാഗിച്ച് വിധിച്ച് തന്നാലേ അതിനെക്കുറിച്ച് അപ്പോസ്തലൻ അനുഭവിച്ച ക്രിസ്തു അനുഭവത്തെക്കുറിച്ച് പറയണത് നമുക്ക് യേശു ക്രിസ്തു നൽകിയവൻ അവനോടൊരു സമസ്തവും നമുക്ക് നൽകത്തില്ലേ എന്നാണ്. ആ സമസ്തവും നൽകപ്പെടുന്നത് ഈ കാര്യങ്ങൾ ഉടമ്പടിയിലൂടെയാണ്. കൈയടിച്ച് കർത്താവിനെ സമാപന ആശീർവാദമാണ്. മക്കളെ, ഈ സമയം ഒരു സീരിയസ് ടൈമാണ് കേട്ടോ. നിങ്ങൾ മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ആശീർവാദം കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. ഇതുകൊണ്ട് കുറേ സാക്ഷ്യം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. എന്ത് വിഷയമാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പോകുന്നത്? അമ്മ മാതാവ് ഈ സമയത്ത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അമ്മയോട് അമ്മേ, ഈ വിഷയത്തിൻ്റെ മേലെ എനിക്ക് സാക്ഷ്യം പറയാനോട്ടിനെ സാധിക്കണേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ എന്ന് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രോഗികളാണെങ്കിൽ എവിടെയാണ് രോഗം അവിടെ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. രോഗികളാണെങ്കിൽ എവിടെയാണ് രോഗം, പിസ്റ്റുല ഉള്ളവർ അടിവയറ്റ് കൈവെക്കണം, കിഡ്നി രോഗമുള്ളവർ നടുവിൽ കൈവെക്കണം, കരളിന് രോഗമുള്ളവർ ബ്രസ്റ്റിന് താഴെ കൈവെക്കണം, അല്ലെങ്കിൽ നെഞ്ചിന് താഴെ കൈവെക്കണം, ഹാർട്ട് രോഗികൾ ഇടതുവശത്ത് കൈവെക്കണം, ടോൺസൈറ്റ് രോഗികളും തൈറോയ്ഡ് രോഗികളും തൊണ്ടയിൽ കൈവെക്കണം, പ്രഷർ രോഗികൾ തലയിൽ കൈവെക്കണം, ഇങ്ങനെ അല്ലെങ്കിൽ നെഞ്ചിൽ കൈവെക്കണം. ഇങ്ങനെ എവിടെയാണ് രോഗമുള്ളത് അവിടെ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം. അച്ഛൻ്റെ ആശീർവാദ സമയത്ത് കർത്താവ് സൗഖ്യപ്പെടുത്തും, ഞാൻ കർത്താവിന് സാക്ഷിയാകുമെന്നുള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ ആരാധന, 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 ആരാധന.
ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതി 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ ആവേ